ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡിഫറൻസ് പോയിന്റിന്റെ കോൺസെപ്റ്റും അതിന്റെ പ്രോബ്ലംസും ആണ്. ഈ ഇൻഡിഫറൻസ് പോയിന്റ് രണ്ട് പേപ്പറുകളായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. രണ്ട് ഇൻഡിഫറൻസ് പോയിന്റിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാറുണ്ട് പഠിക്കാനുണ്ട്. ഒന്ന് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഓപ്പറേറ്റിംഗ് ഓർ കോസ്റ്റ് ഇൻഡിഫറൻസ് പോയിന്റ്. ഓക്കെ, മറ്റേത് എന്താണ്? ഫിനാൻസ് ഇൻഡിഫറൻസ് പോയിന്റ്. ഫിനാൻസ് ഇൻഡിഫറൻസ് പോയിന്റ് രണ്ടും ഈ വീഡിയോയിൽ നമുക്ക് പഠിക്കാം കേട്ടോ. സിമ്പിൾ ആയിട്ട് ഫിനാൻസ് ഇൻഡിഫറൻസ് പോയിന്റും ഉണ്ട്, പിന്നെ കോസ്റ്റ് ഇൻഡിഫറൻസ് പോയിന്റും ഉണ്ട്. ഇത് പഠിക്കുന്നത് മാർജിനൽ കോസ്റ്റിംഗിലാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലെങ്കിൽ ടോപ്പിക് ഉള്ളത് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലാണ് അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലാണ് മാർജിനൽ കോസ്റ്റിംഗ് ഉള്ളത്. FM ഇല്ല. ബട്ട് എന്നാലും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ട് പഠിക്കാനുണ്ട്. ബോത്ത് സി ആൻഡ് CMAs നിങ്ങൾക്ക് സെയിം ഗ്രൂപ്പിൽ സെക്കൻഡ് ഗ്രൂപ്പിൽ തന്നെയാണ് രണ്ടും പഠിക്കാനുള്ളത്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആയി കഴിഞ്ഞാലും കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് CA-കാർക്കും മാനേജ്മെന്റ് അക്കൗണ്ടിങ് CMA-കാർക്കും പിന്നെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് രണ്ടും സെക്കൻഡ് ഗ്രൂപ്പിൽ തന്നെയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ FM-ന്റെ ക്ലാസ് കേൾക്കുന്നവർ ഓട്ടോമാറ്റിക്കലി ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെ രണ്ടും പഠിക്കാം. മാർജിനൽ കോസ്റ്റിംഗിന്റെ ഭാഗവും പഠിക്കാം, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ ഉള്ള ഭാഗവും പഠിക്കാം. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അതായത് ഞാൻ ആദ്യം നമ്മുടെ മാർജിനൽ കോസ്റ്റിംഗിലെ ഇൻഡിഫറൻസ് പോയിന്റിനെ പറ്റിയിട്ടാണ് ആദ്യം സംസാരിക്കുന്നത്. ഇവിടേക്ക് രണ്ട് പക്ഷി എന്ന് പറയല്ലേ, മാർജിനൽ കോസ്റ്റിംഗിന്റെ അതേ കോൺസെപ്റ്റ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്. ഇതൊരു ടൂളാണ്. ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിങ്ങിന് പറ്റിയൊരു ടൂളാണ്. അതായത് നമുക്കൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത്. അതിപ്പോൾ മാർജിനൽ കോസ്റ്റിംഗിലായി കഴിഞ്ഞാലും ഫിനാൻഷ്യൽ മാനേജ്മെന്റില് ഓക്കെ, ഫിനാൻഷ്യൽ മാനേജ്മെന്റില് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ അല്ലെ, പാഠത്തിന്റെ പേരെന്താ, ക്യാപിറ്റൽ സ്ട്രക്ചറിലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ, ഡിസിഷൻ മേക്കിംഗ് ടോപ്പിക് ആണ് രണ്ടും. മാർജിനൽ കോസ്റ്റിംഗ് ആയാലും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലെ മാർജിനൽ കോസ്റ്റിംഗ് ആയാലും ഫിനാൻഷ്യൽ മാനേജ്മെന്റിലെ ക്യാപിറ്റൽ സ്ട്രക്ചർ ആയാലും രണ്ടും ഡിസിഷൻ മേക്കിംഗ് പേപ്പറും ആണ്, അതുപോലെ തന്നെ ടോപ്പിക്സും ആണ്. എന്താണ് ഡിസിഷൻ മേക്കിംഗ്? എന്ത് ഡിസിഷൻ ആണ് ഇവിടെ എടുക്കേണ്ടത്? മാർജിനൽ കോസ്റ്റിംഗ് ഇപ്പൊ പല തെറ്റിദ്ധാരണകളും ഉണ്ട്. മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ കോസ്റ്റ് ആണെന്നൊക്കെ, അതായത് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ കോസ്റ്റ്, അതായത് മാർജിനൽ കോസ്റ്റിംഗിന്റെ പാഠം നമ്മൾ പഠിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ വേരിയബിൾ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കാനും എന്നൊക്കെ ഉള്ള ഒരു പൊതുവായൊരു തെറ്റിദ്ധാരണയുണ്ട്. അപ്പോൾ ഈ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ കോസ്റ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതല്ല. ഇപ്പൊ ഞാൻ ഈ വീഡിയോ കാണുന്ന കുട്ടികളോട് ആദ്യം ഓപ്പറേറ്റിംഗ് അല്ലെങ്കിൽ കോസ്റ്റ് ഇൻഡിഫറൻസ് പോയിന്റ്, മാർജിനൽ കോസ്റ്റിംഗിൽ ഇൻഡിഫറൻസ് പോയിന്റിനെ പറ്റി സംസാരിക്കാം. അതിനു മുമ്പ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്ന പാഠം നിങ്ങൾ എന്തിനാണ് പഠിക്കുന്നത്? വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കാനാണോ? അല്ലേ? ആണോ? വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ എന്തുണ്ടാവുക? കോസ്റ്റ് കുറഞ്ഞാൽ പ്രോഫിറ്റ് കൂടും അല്ലേ? അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ പാഠം പഠിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഒരു കമ്പനിയില് വേരിയബിൾ കോസ്റ്റ് വേഴ്സസ് ഫിക്സ്ഡ് കോസ്റ്റ്, നിങ്ങൾ ഒരു കമ്പനിയിൽ വേരിയബിൾ കോസ്റ്റ് കൊണ്ടുവരാനാണ് നോക്കുക, ഫിക്സ്ഡ് കോസ്റ്റ് കൂട്ടാനാണ് നോക്കുക? വിച്ച് മീൻസ് വേരിയബിൾ കോസ്റ്റ് കൊണ്ടുവരാനാണോ ഫിക്സ്ഡ് കോസ്റ്റ് കൊണ്ടുവരാനാണോ നോക്കുക? അപ്പൊ എല്ലാവരും പറയും ഫിക്സ്ഡ് കോസ്റ്റ് കൊണ്ടുവരുന്നതാണ് സാറേ നല്ലത്. പണ്ട് കമ്മ്യൂണിസ്റ്റുകാര്, ഞാൻ പാർട്ടിയിലാട്ടോ പറയുന്നത്, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞ നടന്ന കാര്യം പറഞ്ഞതാണ്, ഹിസ്റ്ററി പറഞ്ഞതാണ്. കമ്പ്യൂട്ടറിനെതിരെ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ എന്ത് ചെയ്തിട്ടുണ്ട്? സമരം ചെയ്തിട്ടുണ്ട് അല്ലെ? ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നുള്ളതൊന്നും ഇവിടെ എന്ത് ചെയ്യുന്നില്ല, സംസാരിക്കുന്നില്ല. പാർട്ടി പറയരുതെന്നാണ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് അത് എന്റെ തടിക്കുന്നതല്ല. അപ്പോ ജസ്റ്റ് പറയുന്നുള്ളൂ. കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ മെഷീനറി നമ്മൾ ഒരു ഫാക്ടറിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഷീനറി ഫാക്ടറിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ബിസിനസ് ആര് കമ്പ്യൂട്ടറൈസ്ഡ് ആക്കുമ്പോൾ, അവരുടെ സിസ്റ്റംസും കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടറൈസ്ഡ് ആക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് വരിക? അവിടെ കുറെ ലേബേഴ്സിന് പണിയില്ലാണ്ടാവും. AI വരുമ്പോൾ കുറെ പേർക്ക് പണിയില്ലാണ്ടാവും എന്ന് പറയുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാ? AI എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെ? എന്താണ്? ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. അതുപോലെ തന്നെ മെഷീനറി വരുമ്പോൾ, കമ്പ്യൂട്ടർ വരുമ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് ആണ് വരുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫിക്സ്ഡ് കോസ്റ്റ് വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫിക്സ്ഡ് കോസ്റ്റ് വന്നു കഴിഞ്ഞാലേ വേരിയബിൾ കോസ്റ്റ് കുറയും. അതായത് കമ്പ്യൂട്ടർ വരുമ്പോൾ ആവശ്യമില്ലാത്ത ഹാൻഡ് മെയ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വരുമ്പോൾ കുറെ പേരെ റീപ്ലേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? വേരിയബിൾ കോസ്റ്റ് എന്ത് ചെയ്യും? ലേബേഴ്സ് എന്ത് ചെയ്യും?
കുറയ്ക്കാൻ പറ്റും. ഒരു കമ്പനിയിൽ ഫിക്സഡ് കോസ്റ്റിന്റെ വരവോട് കൂടിയിട്ട് മറ്റ് ചില എക്സ്പെൻസസ് ആയിട്ടുള്ള വേരിയബിൾ കോസ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. വേരിയബിൾ കോസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിൽസ് കൂടുന്നതനുസരിച്ച്, യൂണിറ്റ് സെയിൽ ചെയ്യുന്നത് കൂടുന്നതിനനുസരിച്ച് വേരിയബിൾ കോസ്റ്റും കൂടിക്കൊണ്ടേയിരിക്കും. അല്ലേ? ഇതൊക്കെ പഠിച്ചിട്ടുള്ളതായിരിക്കും. ഫിക്സഡ് കോസ്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഫിക്സഡ് കോസ്റ്റ് എത്ര യൂണിറ്റ് സെയിൽ ചെയ്താലും ഫിക്സഡ് കോസ്റ്റിന്റെ ടോട്ടൽ വാല്യൂല് നെവർ ചേഞ്ച്. അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോ അതുകൊണ്ട് തന്നെ പല കുട്ടികളുടെയും തെറ്റിദ്ധാരണയാണ് ഒരു കമ്പനിയില് ഫിക്സഡ് കോസ്റ്റ്. ഇപ്പൊ നിങ്ങൾ ആൻസർ പറയും, ഫിക്സഡ് കോസ്റ്റ് ആണ് സാറേ നല്ലത്, വേരിയബിൾ കോസ്റ്റ് കുറച്ചിട്ട് ഫിക്സഡ് കോസ്റ്റ് കൊണ്ടുവരാനാണ് സാറേ നല്ലത്. എങ്ങനെ? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു തീരുമാനം, ആക്ച്വലി മാർജിനൽ കോസ്റ്റിംഗിന്റെ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നെ. ബട്ട് ഒരു കമ്പനിയിൽ ഫിക്സഡ് കോസ്റ്റ് കുറച്ചിട്ട് വേരിയബിൾ കോസ്റ്റ് കൊണ്ടുവരണോ, സോറി ഓക്കെ, വേരിയബിൾ കോസ്റ്റ് കൂട്ടിയിട്ട് ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കണോ, ഫിക്സഡ് കോസ്റ്റ് കൂട്ടിയിട്ട് വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കണോ, ഇതല്ലേ ഒരു ഡിസിഷൻ? ഇതല്ലേ ഞാൻ ചോദിച്ച ചോദ്യം? മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഒരു കമ്പനിയില് രണ്ട് ഓപ്ഷൻസ് നിങ്ങൾക്കുണ്ട്. ഓപ്ഷൻ 1, രണ്ട് ഒപ്പീനിയൻ നിങ്ങൾ എടുക്കേണ്ടി വരും. ഓപ്ഷൻ 1 ആൻഡ് ഓപ്ഷൻ 2. ഓപ്ഷൻ 1 എന്താണ്? നിങ്ങൾ വേരിയബിൾ കോസ്റ്റ് കൂട്ടുക, ഓട്ടോമാറ്റിക്കലി ഫിക്സ്ഡ് കോസ്റ്റ് കുറയ്ക്കുക. മറ്റേതെന്താണ്? ഫിക്സ്ഡ് കോസ്റ്റ് കൂട്ടിയാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും? വേരിയബിൾ കോസ്റ്റ് കുറയും. അല്ലേ? ഫിക്സ്ഡ് കോസ്റ്റ് കൂടുതൽ കൊണ്ടുവന്നാൽ വേരിയബിൾ കോസ്റ്റ് കുറയും. ഫിക്സ്ഡ് കോസ്റ്റ് കുറവാണെന്നുണ്ടെങ്കിൽ വേരിയബിൾ കോസ്റ്റ് കൂടും. ഇപ്പൊ കമ്പ്യൂട്ടർ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ലാബേഴ്സ് കൂടും. മെഷീനറി, ഒരു ഫാക്ടറിയിൽ മെഷീനറി അധികം ഇല്ലാന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യേണ്ടി വരും? ലാബേഴ്സ് കൂട്ടേണ്ടി വരും, വേരിയബിൾ കോസ്റ്റ് കൂട്ടേണ്ടി വരും. എന്നാലും മെഷീനറി ഉള്ള കമ്പനിയിലാണെന്നുണ്ടെങ്കിൽ, ക്യാപിറ്റൽ അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് ഉള്ള കമ്പനിയിലാണെന്നുണ്ടെങ്കിൽ, ഫിക്സഡ് കോസ്റ്റ് ഉള്ള കമ്പനിയിലാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി മെഷീനറി ഒക്കെ കൂടുതലുള്ള കമ്പനിയിലാണെന്നുണ്ടെങ്കിൽ അത്ര ലാബേഴ്സിന്റെ ആവശ്യം വരില്ല, അപ്പൊ വേരിയബിൾ കോസ്റ്റ് കുറയും. അറിയാലോ? അപ്പൊ ഏത് ആണ് ഓപ്ഷൻ ആണ് നിങ്ങൾ ചൂസ് ചെയ്യുക എന്നല്ലേ ഞാൻ ചോദിച്ചത്? ഓപ്ഷൻ 1 ആണോ ഓപ്ഷൻ 2 ആണോ? ശ്രദ്ധിക്കണം, ഓപ്ഷൻ 1 ആണോ ഓപ്ഷൻ 2 ആണോ? ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഡിസിഷൻ, അതായത് വേരിയബിൾ കോസ്റ്റ് കൂട്ടിയിട്ട് ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കണോ, ഓപ്ഷൻ 1. ഓപ്ഷൻ 2 എന്താ? വേരിയബിൾ കോസ്റ്റ് കുറച്ചിട്ട് ഫിക്സഡ് കോസ്റ്റ് കൂട്ടണോ? ഈ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂൾ ആണ് എന്ന് പറയുന്നത് ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒരു കമ്പനിയിൽ ഫിക്സഡ് കോസ്റ്റ് കൊണ്ടുവരണോ വേരിയബിൾ കോസ്റ്റ് കൊണ്ടുവരണോ? വേരിയബിൾ കോസ്റ്റ് കൂട്ടിയിട്ട് ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കണോ? ഫിക്സഡ് കോസ്റ്റ് കൂട്ടിയിട്ട് വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കണോ? ഇതാണ്, ഈ ഡിസിഷൻ ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, എടുക്കേണ്ടത്. അത് എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് ഇതെന്ന് പറയുന്നത് ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇൻഡിഫറൻസ് പോയിന്റ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാലേ, നിങ്ങൾ ഓപ്ഷൻ 1 ആണോ ഓപ്ഷൻ 2 ആണോ സെലക്ട് ചെയ്യാന്ന് ചോദിച്ചാൽ, EBIT ഏത് ഓപ്ഷനിലാണോ കൂടുന്നത്, കൂടുതൽ EBITക്ക് വേറൊരു പേരും കൂടി ഉണ്ടല്ലോ, എന്താ? ഒരുപാട് പേരുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയാറുണ്ട്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയാറുണ്ട്, അതുപോലെ തന്നെ ഓവറോൾ പ്രോഫിറ്റ് എന്നും കൂടി പറയാറുണ്ട്, ഓവറോൾ പ്രോഫിറ്റ് എന്നും കൂടി പറയാറുണ്ട് EBITനെ. ഏത് ഡിസിഷൻ എടുക്കുമ്പോഴാണ്, ഓപ്ഷൻ 1 സെലക്ട് ചെയ്യുമ്പോഴാണോ ഓപ്ഷൻ 2 സെലക്ട് ചെയ്യുമ്പോഴാണോ നിങ്ങളുടെ ഓവറോൾ പ്രോഫിറ്റ് അഥവാ EBIT കൂടുന്നത്, അതാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്റ്റ് ചെയ്യുക. ശ്രദ്ധിക്കുക, നമ്മൾ മാർജിനൽ കോസ്റ്റിംഗിൽ പഠിക്കുന്ന ഡിസിഷൻ അല്ലെങ്കിൽ നമ്മൾ എടുക്കേണ്ട ഡിസിഷൻ എന്ന് പറയുന്ന, ഒരു കമ്പനിയിൽ ഫിക്സഡ് കോസ്റ്റ് ആണ് വരേണ്ടത്, വേരിയബിൾ കോസ്റ്റ് ആണോ നല്ലത്, ഓപ്ഷൻ 1 ആണോ നല്ലത്, ഓപ്ഷൻ 2 ആണോ നല്ലത്? ഏത് ഓപ്ഷൻ ആണ് നമ്മൾ ചൂസ് ചെയ്യുക? ഏത് ഓപ്ഷൻ എടുക്കുമ്പോഴാണ് നമ്മൾ EBIT അഥവാ ഓവറോൾ പ്രോഫിറ്റ് കൂടുന്നത്, ആ ഓപ്ഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ വേരിയബിൾ കോസ്റ്റ് ആണോ ഫിക്സഡ് കോസ്റ്റ് ആണോ, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എടുക്കുന്ന ഡിസിഷൻ അല്ലേ, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഏത് ടൂളാണ്? ഡിഫറൻസ് പോയിന്റ്. അപ്പോൾ ഇൻഡിഫറൻസ് പോയിന്റ്, മാർജിനൽ കോസ്റ്റിംഗിൽ ഇൻഡിഫറൻസ് പോയിന്റിനെ പറ്റി പഠിക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യത്തെ പറ്റി ഇവിടെ സംസാരിക്കാനുണ്ട്. നമ്മളുടെ മെയിൻ ആയിട്ട് പഠിക്കുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റിലെ ഇൻഡിഫറൻസ് പോയിന്റ് അല്ലേ, ഫിനാൻസ് ഇൻഡിഫറൻസ് പോയിന്റ് അല്ലേ. ഇവിടെ നമുക്ക് എടുക്കേണ്ടത് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ വേരിയബിൾ കോസ്റ്റ് വേണോ ഫിക്സഡ് കോസ്റ്റ് വേണോ, വേരിയബിൾ കോസ്റ്റ് വേഴ്സസ് ഫിക്സഡ് കോസ്റ്റ്. മാർജിനൽ കോസ്റ്റിംഗിലെ, മാർജിനൽ കോസ്റ്റിംഗിൽ ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ കോസ്റ്റ് വേഴ്സസ് ഫിക്സഡ് കോസ്റ്റ്, ഇതിൽ ഏത് വേണം? എന്നാലോ ഫിനാൻഷ്യൽ മാനേജ്മെന്റില് ഫിനാൻസ് ഇൻഡിഫറൻസ് പോയിന്റ് പറയുന്നത്, ഫിനാൻഷ്യൽ മാനേജ്മെന്റില് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞ പാഠത്തിലല്ലേ, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്ന പാഠം നമ്മൾ പഠിക്കുന്നത് ഇക്വിറ്റി വേഴ്സസ് ഡെപ്റ്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു കമ്പനിയില് നിങ്ങൾക്ക് ഫണ്ട് ആവശ്യം വരൂലേ, ബിസിനസിന്റെ റിക്വയർമെന്റിന് വേണ്ടി, ഫണ്ട് റിക്വയർമെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇക്വിറ്റി ഇഷ്യൂ ചെയ്യാം, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അല്ലെ, ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യാം, അല്ലെങ്കിൽ ഡിബെഞ്ചേഴ്സോ ലോങ് ടേം ബോറോയിങ്സോ കടം വാങ്ങിക്കാം. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ 10 ലക്ഷം രൂപ ഫുൾ എന്ത് ചെയ്യാം, ഇക്വിറ്റി. എന്തായാലും ഇക്വിറ്റി ഉണ്ടാവും, ഇക്വിറ്റി ഇല്ലാണ്ട് റിയൽ ഓണേഴ്സിലാണ്ട് കമ്പനി ഉണ്ടാവില്ലല്ലോ, ഇക്വിറ്റി ഷെയർ എന്തായാലും ഉണ്ടാവും. വീണ്ടും ഫണ്ടിന്റെ റിക്വയർമെന്റ് വരുമ്പോൾ നിങ്ങൾ ഇക്വിറ്റി ആണോ പ്രിഫർ ചെയ്യേണ്ടത്, ഡെപ്റ്റ് ആണോ വേണ്ടത്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യണോ, ഡെപ്റ്റ് ഇഷ്യൂ ചെയ്യണോ? പൈസ, ബിസിനസ് ചെയ്യാൻ വേണ്ടി വീണ്ടും പൈസയ്ക്ക് ആവശ്യം വരൂലേ, ബിസിനസ് എക്സ്പാൻഷന്റെ ഭാഗമായിട്ട് പൈസയ്ക്ക് ആവശ്യം വരൂലേ, അപ്പൊ നിങ്ങൾ വീണ്ടും ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യണോ,
ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യണം. ഇതാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിലെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ നിങ്ങൾ എടുക്കേണ്ട ഡിസിഷൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇക്വിറ്റി വേഴ്സസ് ഡെപ്റ്റ്. ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഇക്വിറ്റി ഓൺലി. ഓപ്ഷൻ 1 എന്താണ് ഞാൻ പറയുന്നത്? ഓപ്ഷൻ 1 പറയുന്നത് ഇക്വിറ്റി ഓൺലി, ഇക്വിറ്റി മാത്രം ഇഷ്യൂ ചെയ്യാം. ഓപ്ഷൻ 2 എന്ന് പറയുന്നതോ, നിങ്ങൾക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ 2 എന്ന് പറയുന്നത് ഒരു 50% അല്ലെങ്കിൽ ഇക്വിറ്റിയും പ്ലസ് ഡെപ്റ്റ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് നിങ്ങൾക്ക് ക്യാപിറ്റൽ വേണം, അല്ല ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ട് വേണം അല്ലേ? ഫണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒന്നില്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ മാത്രം ഇഷ്യൂ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബിസിനസ് ചെയ്യാൻ വേണ്ടി ഫണ്ട് കണ്ടെത്താം. ഇക്വിറ്റി ഷെയർ മാത്രം ഇഷ്യൂ ചെയ്തിട്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടി ഫണ്ട് കണ്ടെത്താം. അല്ലെങ്കിലോ കുറച്ച് ഇക്വിറ്റി ഷെയർ എന്തായാലും ഉണ്ടാവുമല്ലോ, ഇക്വിറ്റി ഷെയറിലാണ് ഓണേഴ്സിലാണ് ഇത് കച്ചവടം മക്കളെ. അപ്പോൾ ഒന്നില്ലെങ്കിൽ കുറച്ച് ഇക്വിറ്റി ഷെയറും കുറച്ച് ഡെപ്റ്റും എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ 1 എന്താണ്? ഇക്വിറ്റി ഓൺലൈൻ, ഇക്വിറ്റി മാത്രം ഇഷ്യൂ ചെയ്ത് ഫണ്ട് കണ്ടെത്താം. മറ്റേതോ ഓപ്ഷൻ 2 എന്താണ്? ഇക്വിറ്റിയും ഡെപ്റ്റും കുറച്ച് കടവും വാങ്ങാം. അപ്പോൾ ഇവിടെ എടുക്കേണ്ട ഡിസിഷൻ, ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എടുക്കേണ്ട ഡിസിഷൻ എന്ന് പറഞ്ഞാൽ, ഒരു കമ്പനിയിൽ ഇക്വിറ്റി മാത്രം കൊണ്ടുവരണോ, ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യണോ, അതോ ഇക്വിറ്റിയും കുറച്ച് ഡെപ്റ്റും അല്ലെങ്കിൽ കുറച്ച് ഡെപ്റ്റും കൂടി ഇഷ്യൂ ചെയ്യണോ? ഡെപ്റ്റ് കൊണ്ടുവരണോ വേണ്ടയോ, ഡെപ്റ്റ് വേണോ വേണ്ടയോ, ഡെപ്റ്റ് കൊണ്ടുവരണോ വേണ്ടയോ എന്നുള്ളൊരു ഡിസിഷനാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നിങ്ങൾ എടുക്കേണ്ടത്. ഡെപ്റ്റ് കൊണ്ടുവരണോ അല്ലെങ്കിൽ ഇക്വിറ്റി മാത്രം യൂസ് ചെയ്താൽ മതിയോ? ഇതാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എടുക്കേണ്ട ഡിസിഷൻ. ഇവിടെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എന്ത് ചെയ്യുക? ഓപ്ഷൻ 1 ആണോ 2 ആണോ എന്ന് സെലക്ട് ചെയ്യുക. കഴിഞ്ഞ അപ്പുറത്ത് നോക്കിയേ ഇതിൽ വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും പറയുമ്പോൾ ഓവറോൾ പ്രോഫിറ്റ് ഓപ്ഷൻ 1 സെലക്ട് ചെയ്യുമ്പോഴാണോ ഓപ്ഷൻ 2 സെലക്ട് ചെയ്യുമ്പോഴാണോ EBIT കൂടുന്നത്? EBIT ഏത് ഓപ്ഷനിലാണ് കൂടുന്ന? ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നില്ലേ? ഇവിടെയോ ഇക്വിറ്റി, നിങ്ങൾക്ക് ഫണ്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്നോ, അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയറും കുറച്ച് ഡെപ്റ്റ് കൊണ്ടുവരുമ്പോഴാണോ, അല്ലെങ്കിൽ ഡെപ്റ്റ് കൊണ്ടുവരാത്തപ്പോഴാണോ? ഡെപ്റ്റ് കൊണ്ടുവരുന്നപ്പോഴാണ് ലിവേർഡ് ഫോം എന്ന് പറഞ്ഞാൽ എന്താ? ഡെപ്റ്റ് ഉള്ള കടമുള്ള കമ്പനി. ലിവേർഡ് എന്ന് പറഞ്ഞാൽ കടമുള്ള കമ്പനിയാണ് ലിവേർഡ് ഫോം എന്ന് പറയാ ഡെപ്റ്റ്. ഓപ്ഷൻ 2 അപ്പൊ ഒരു കമ്പനിയിൽ കടം വാങ്ങണോ, കടം കൊണ്ടുവരണോ? ഓപ്ഷൻ 2 ആണെന്നുള്ളത്. അല്ലെങ്കിൽ കടം ഇല്ലാതെ ഇക്വിറ്റി മാത്രമായിട്ട് പോകണോ? അത് ഓപ്ഷൻ 1. ഇക്വിറ്റി മാത്രമുള്ളത് ഓപ്ഷൻ 1, ഓപ്ഷൻ 2 ഡെപ്റ്റ് ഉള്ളത്. അപ്പൊ ഒരു കമ്പനിയിലെ കടം വാങ്ങണോ വേണ്ടയോ? കടം വാങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ ഓപ്ഷൻ 1, വാങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ 2 അല്ലേ? ഏതാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്? ഇവിടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ ഏത് കൂട്ടാനാണ് നിങ്ങൾ പഠിക്കുന്നത്? EPS കൂടാനാണ് പഠിക്കുന്നത്. അതായത് ഓപ്ഷൻ 1 സെലക്ട് ചെയ്യുമ്പോഴാണോ ഓപ്ഷൻ 2 സെലക്ട് ചെയ്യുമ്പോഴാണോ നിങ്ങൾ EPS കൂടുന്നത്? EPS കൂടുന്നത് ആ ഓപ്ഷനാണ് നിങ്ങൾ എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക. ഓപ്ഷൻ 1 ഓപ്ഷൻ 2 EPS കൂടുന്നത്, ആ ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യും. അതിന്റെ കോൺസെപ്റ്റ് എന്താ സാർ? എന്ത് EPS നോക്കുന്നത്? ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് കൂട്ടാന്നുള്ളതാണ്. വെൽത്ത് മാക്സിമൈസേഷൻ ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പഠിക്കുന്ന ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് കൂട്ടാനാ. അങ്ങനെ വെൽത്ത് കൂട്ടണമെന്നുണ്ടെങ്കിൽ 2 എണ്ണം കൂട്ടിയാൽ മതി. എന്താണ്? ഒന്ന് ഡിവിഡൻഡ് കൂട്ടണം, മറ്റൊന്ന് എന്താ? ഇത് ഒബ്ജക്റ്റീവ് ആട്ടോ, തിയറിയാണ്. ഡിവിഡൻഡ് കൂട്ടണം, പിന്നെന്താ? മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ, കമ്പനിയുടെ ഷെയറിന്റെ മാർക്കറ്റ് പ്രൈസ് എന്ത് ചെയ്യണം? കൂട്ടണം. ഇത് രണ്ടും കൂടണം എന്നുണ്ടെങ്കിൽ എന്ത് കൂട്ടിയാൽ മതി? EPS കൂടിയാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ഇത് രണ്ടും കൂടും അല്ലേ? ഡിവിഡൻഡ് കൂടണം എന്നുണ്ടെങ്കിൽ EPS കൂടിയാൽ മതിയില്ലേ? EPS കൂടിയാൽ നല്ല റിട്ടേൺ ഉള്ള കമ്പനിയിൽ കൂടുതൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യില്ല. അപ്പൊ ഷെയറിന്റെ ഡിമാൻഡ് കൂടില്ല, അപ്പൊ മാർക്കറ്റ് പ്രൈസ് ഓട്ടോമാറ്റിക്കലി കൂടും. നല്ല റിട്ടേൺ ഉള്ള കമ്പനി അല്ലേ EPS കൂടാന്ന് പറഞ്ഞാൽ? ഏർണിംഗ് പെർ ഷെയർ നല്ല റിട്ടേൺ ഉള്ള കമ്പനിയിൽ കൂടുതൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഷെയറിന്റെ മാർക്കറ്റ് പ്രൈസ് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? കൂടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടും, ഡിവിഡൻഡ് കൂടാനും മാർക്കറ്റ് പ്രൈസ് കൂടാനും എന്ത് കൂട്ടിയാൽ മതി? EPS കൂട്ടിയാൽ മതിയില്ലേ? അപ്പൊ EPS കൂടുതല് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നിങ്ങൾ കടം വാങ്ങാതിരിക്കുമ്പോഴാണോ കടം വാങ്ങിക്കുമ്പോഴാണോ EPS കൂടുന്നത്? ഓപ്ഷൻ 1 ആണോ 2 ആണോ EPS കൂടുന്നത്? അതാണ് നിങ്ങൾ എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക. മനസ്സിലായില്ലേ? ഇനി മാർജിനൽ കോസ്റ്റിംഗിലേക്ക് വരാം. മാർജിനൽ കോസ്റ്റിംഗ് രണ്ടും ഒരുമിച്ച് പഠിപ്പിക്കുക ഒരു ഫാക്കൽറ്റിയുടെ അവസ്ഥ. ഓക്കെ, മാർജിനൽ കോസ്റ്റിംഗിൽ പഠിക്കാം. ശ്രദ്ധിക്കുക, മാർജിനൽ കോസ്റ്റിംഗില് അല്ലെ, മാർജിനൽ കോസ്റ്റിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഡിഫറൻസ് പോയിന്റ് അല്ലെ, ഇൻഡിഫറൻസ് പോയിന്റ് എന്താ പഠിപ്പിക്കുന്നേ? ഫിക്സഡ് കോസ്റ്റ് വേരിയബിൾ കോസ്റ്റ് വേഴ്സസ് ഫിക്സഡ് കോസ്റ്റ് അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഓപ്ഷൻ 1 വേരിയബിൾ കോസ്റ്റ് കൂടുതൽ, ഓപ്ഷൻ 2 ഫിക്സ്ഡ് കോസ്റ്റ് കൂടുതൽ. മനസ്സിലാവുന്നുണ്ടോ? സെയിൽ പ്രൈസ് 2 300 കൊടുക്കുന്നു. ഇത് ഫിക്സഡ് കോസ്റ്റ് കൂട്ടിയാലും വേരിയബിൾ കോസ്റ്റ് എന്ത് എഫക്ട് വന്നാലും സെയിൽ പ്രൈസ് സെയിം ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇവിടെ വേരിയബിൾ കോസ്റ്റ് കൂടുതലല്ലേ, അപ്പൊ ഞാൻ 100 കൊടുക്കുന്നു. ഇവിടെ വേരിയബിൾ കോസ്റ്റ് എന്ത് കൊടുക്കുന്നു?
60 കൊടുക്കുന്നു. ഇവിടെ ഫിക്സ്ഡ് കോസ്റ്റ് എന്ത് കൊടുക്കുന്നു? 1 ലക്ഷം കൊടുക്കുന്നു. ഇവിടെ ഫിക്സ്ഡ് കോസ്റ്റ് 2 ലക്ഷം കൊടുക്കുന്നു. ഇപ്പൊ ഇവിടെ വേരിയബിൾ കോസ്റ്റ് കൂടുതലും ഫിക്സ്ഡ് കോസ്റ്റ് കുറവും. ഇവിടെ വേരിയബിൾ കോസ്റ്റ് കുറവും ഫിക്സ്ഡ് കോസ്റ്റ് കൂടുതലും. ഓപ്ഷൻ 2 വേണോ ഓപ്ഷൻ 1 വേണോ? മനസ്സിലായില്ലേ? ഓക്കെ, അതായത് ഒരു കമ്പനിയിൽ ഓപ്ഷൻ 1 വേരിയബിൾ കോസ്റ്റ് കൂട്ടിയിട്ട് ഫിക്സ്ഡ് കോസ്റ്റ് കുറയ്ക്കണോ, അല്ലെങ്കിൽ ഓപ്ഷൻ 2 വേരിയബിൾ കോസ്റ്റ് കുറച്ചിട്ട് ഫിക്സ്ഡ് കോസ്റ്റ് കൂട്ടണോ? ഇതിൽ ഏത് ഓപ്ഷൻ ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുക എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? ഇൻഡിഫറൻസ് പോയിന്റ്. ഇൻഡിഫറൻസ് പോയിന്റ്, അതായത് ഇൻഡിഫറൻസ് പോയിന്റ് ഉദ്ദേശിക്കുന്നത് ഓക്കെ, IP ഷോർട്ട് ഫോം ആക്കിയിട്ട് ഇൻഡിഫറൻസ് പോയിന്റിന്റെ ഷോർട്ട് ഫോം ആണ്. ഇൻഡിഫറൻസ് പോയിന്റ് ഉപയോഗിക്കുന്നത് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം എന്നറിയോ? ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 2ഉം EBIT സെയിം കിട്ടണം എന്നുണ്ടെങ്കിൽ എത്ര യൂണിറ്റ് സെയിൽ ചെയ്യണം എന്ന് നോക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത്. ഇൻഡിഫറൻസ് പോയിന്റിന്റെ കോൺസെപ്റ്റ് ആണ് പറഞ്ഞത്. ശ്രദ്ധിക്കുക. ഓപ്ഷൻ 1 ചൂസ് ചെയ്താലും ഓപ്ഷൻ 2 ചൂസ് ചെയ്താലും EBIT സെയിം കിട്ടണമെങ്കിൽ നിങ്ങൾ എത്ര യൂണിറ്റ് ആണ് സെയിൽ ചെയ്യേണ്ടത്? മനസ്സിലാവുന്നുണ്ടോ? ഇൻഡിഫറൻസ് പോയിന്റിന്റെ കോൺസെപ്റ്റ് എന്താ? ഇവിടെ എടുക്കേണ്ട ഡിസിഷൻ എന്താ? ഓപ്ഷൻ 1 വേണോ ഓപ്ഷൻ 2 വേണോ? ഏത് ഓപ്ഷനിലാണ് EBIT കൂടുന്നത് ആ ഓപ്ഷനല്ല സെലക്ട് ചെയ്യേണ്ടത്. ബട്ട് ഇൻഡിഫറൻസ് പോയിന്റ് അത് ഹെൽപ്പ് ചെയ്യുന്ന, അതായത് ഓപ്ഷൻ 1 വേണോ ഓപ്ഷൻ 2 വേണോ എന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറഞ്ഞു. ഈ ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഓപ്ഷൻ 1 സെലക്ട് ചെയ്താലും ഓപ്ഷൻ 2 സെലക്ട് ചെയ്താലും നിങ്ങളുടെ EBIT എന്തായിരിക്കണം? സെയിം ആയിരിക്കണം എന്നുണ്ടെങ്കിൽ എത്ര യൂണിറ്റ് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? സെയിൽ ചെയ്യേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഓപ്ഷൻ 1 സെലക്ട് ചെയ്താലും ഓപ്ഷൻ 2 സെലക്ട് ചെയ്താലും EBIT സെയിം കിട്ടണം എന്നുണ്ടെങ്കിൽ എത്ര യൂണിറ്റ് നിങ്ങൾ സെയിൽസ് നടത്തണം? അതിന്റെ ഫോർമുലയാണ് എന്തെന്ന് പറയുന്നത്? ചേഞ്ച് ഇൻ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. അപ്പൊ ചേഞ്ച് ഇൻ വേരിയബിൾ കോസ്റ്റ് എത്രയാ? ഇവിടെ 2 ലക്ഷം അല്ലേ കൂടിയത്? കമ്പയർ ചെയ്യടോ. 1 ലക്ഷം രൂപയാണല്ലേ കൂടിയത്. ചേഞ്ച് ആയെന്ന് പറഞ്ഞാൽ കൂടിയത്, ഫിക്സ്ഡ് കോസ്റ്റ് കൂടിയത് 1 ലക്ഷം ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാ? 100 ഉണ്ടായത് 60 ആയിട്ട് ചേഞ്ച് ആയി. അപ്പൊ എത്ര രൂപ ചേഞ്ച് ആയത്? എത്ര ഡിഫറൻസ് വന്നത്? എത്രയാ? 40 രൂപയല്ലേ? 40 അല്ലേ? അപ്പൊ 40 എത്ര വരുന്നുണ്ട്? ആൻസർ എത്ര വരുന്നുണ്ട്? 2500. 1 ലക്ഷം ഡിവൈഡ് ബൈ 40 2500 അല്ലേ? 2500 യൂണിറ്റ്സ്. ഇതിന്റെ കോൺസെപ്റ്റ് എന്താണ്? ഇൻഡിഫറൻസ് പോയിന്റിന്റെ കോൺസെപ്റ്റ് എന്താണ്? ഓപ്ഷൻ 1 സെലക്ട് ചെയ്താലും ഓപ്ഷൻ 2 സെലക്ട് ചെയ്താലും EBIT സെയിം കിട്ടണം എന്നുണ്ടെങ്കിൽ എത്ര യൂണിറ്റ് ആണ് സെയിൽ ചെയ്യേണ്ടതെന്നല്ലേ? അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? 2500 യൂണിറ്റ്സ് എന്നല്ലേ? റിപ്പീറ്റ്, 2500 യൂണിറ്റ്സ് സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ 1ന്റെയും ഓപ്ഷൻ 2ന്റെയും EBIT എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ ശ്രദ്ധിക്കുക, നമുക്കൊരു പ്രൂഫ് വേണ്ടേ? എന്തും ചെയ്തു നോക്കുന്നതിന് പ്രൂഫ് വേണം. അപ്പൊ 2500 യൂണിറ്റ് നിങ്ങൾ സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ 1ന്റെ EBITയും ഓപ്ഷൻ 2ന്റെ EBITയും സെയിം ആവണമെന്നല്ലേ പറയുന്നത്? സെയിം ആവണമെന്നുണ്ടോ നോക്കാം. EBIT എത്ര? 2500 × 300 അല്ലേ? രണ്ടോടത്തും സെയിൽ പ്രൈസ് സെയിം അല്ലേ? 2500 × 300 എത്ര വരുന്നുണ്ട്? ഇവിടെ 7,50,000, ഇവിടെ 7,50,000. സെയിം അല്ലേ? സെയിൽ പ്രൈസ് സെയിം അല്ലേ? യൂണിറ്റ്സും സെയിം തന്നെ. EBIT അല്ല കേട്ടോ, സെയിൽസ് ആണ്. ശ്രദ്ധിക്കണം, സെയിൽസ് ആണ് കേട്ടോ. എത്ര രൂപയുടെ സെയിൽസ് ആണെന്നത്? 7,50,000 രൂപയുടെ. കോൺസെപ്റ്റ് എന്താണ്? ഓപ്ഷൻ 1 സെലക്ട് ചെയ്താലും ഓപ്ഷൻ 2 സെലക്ട് ചെയ്താലും EBIT സെയിം ആവണമെന്നുണ്ടെങ്കിൽ എത്ര യൂണിറ്റ് സെയിൽ ചെയ്യണമെന്നായിരുന്നു ഇൻഡിഫറൻസ് പോയിന്റിന്റെ കോൺസെപ്റ്റ്. 2500 യൂണിറ്റ് സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2500 യൂണിറ്റ് സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ 1 സെലക്ട് ചെയ്താലും ഓപ്ഷൻ 2 സെലക്ട് ചെയ്താലും EBIT സെയിം ആയിരിക്കും അല്ലേ? ഒന്ന് നോക്കിയേ, വേരിയബിൾ കോസ്റ്റ് എത്ര വരാം? ഓപ്ഷൻ 1 100 രൂപയല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2,50,000. 2500 യൂണിറ്റ് അല്ലേ സെയിൽ ചെയ്യുന്നത്? 2500 യൂണിറ്റ് സെയിൽ ചെയ്യില്ലേ? 2,50,000. ഒന്ന് നോക്കിയേ, കോൺട്രിബ്യൂഷൻ എത്ര വരും? ഇവിടെ 5 lakh. എന്റെ 5 6 പോലെ ഇരിക്കും, എന്താണെന്ന് അറിയില്ല. വേരിയബിൾ കോസ്റ്റ് ഇവിടെ എത്രയാ? 60 രൂപയല്ലേ വേരിയബിൾ കോസ്റ്റ്? ഓപ്ഷൻ 2 60 × 2,500 എത്ര വരുന്നുണ്ട്? 1,50,000 രൂപ. കോൺട്രിബ്യൂഷൻ എത്രയാണ്? 6 ലക്ഷം. ഫിക്സ്ഡ് കോസ്റ്റ് ഇവിടെ 1 ലക്ഷവും
ഓപ്ഷൻ 2-ലോ 2 ലക്ഷം. ഇവിടെ ഫിക്സ്ഡ് കോസ്റ്റ് കൂടുതലാണല്ലേ? യെസ്, 2 ലക്ഷമുള്ള ഫിക്സ്ഡ് കോസ്റ്റ്. സോ നമ്മുടെ EBIT എത്ര വരുന്നുണ്ട്? EBIT എത്ര വരുന്നുണ്ട്? ഇവിടെ 4 lakh വരുന്നുണ്ട്, ഇവിടെയും 4 lakh വരുന്നുണ്ട്. സോ ആൻസർ നമ്മൾ പ്രൂവ് ചെയ്തു അല്ലേ? നമ്മള് 2500 ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എത്ര യൂണിറ്റ് സെയിൽ ചെയ്യുമ്പോഴാണ് ഓപ്ഷൻ 1 ആയാലും ഓപ്ഷൻ 2 ആയാലും EBIT സെയിം കിട്ടുന്നത് അല്ലേ? അപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു 2500 യൂണിറ്റ് സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2500 യൂണിറ്റ് സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത്. ഇതാണ് ഇൻഡിഫറൻസ് പോയിന്റ്. ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2500 യൂണിറ്റ് സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ 1 നിങ്ങൾ സെലക്ട് ചെയ്താലും ഓപ്ഷൻ 2 നിങ്ങൾ സെലക്ട് ചെയ്താലും നിങ്ങളുടെ EBIT എന്തായിരിക്കും? സെയിം ആയിരിക്കും. സാറേ ഓപ്ഷൻ 1 വേണോ ഓപ്ഷൻ 2 വേണോ? ഏത് EBIT കൂടുമ്പോഴാണ്, ഏത് ഓപ്ഷനിലോ, ഓപ്ഷൻ 1-ലാണോ ഓപ്ഷൻ 2-ലാണോ EBIT കൂടുന്നത്? ആ EBIT ആ ഓപ്ഷൻ അല്ലേ സെലക്ട് ചെയ്യാം. എങ്ങനെ ഞാൻ എന്താ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്? ഓപ്ഷൻ 1 വേരിയബിൾ കോസ്റ്റ് കൂട്ടിയിട്ട് ഫിക്സ്ഡ് കോസ്റ്റ് കുറയ്ക്കാം. ഓപ്ഷൻ 2 വേരിയബിൾ കോസ്റ്റ് കുറച്ചിട്ട് ഫിക്സ്ഡ് കോസ്റ്റ് കൂട്ടാം. ഈ ഓപ്ഷനിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ EBIT എന്ത് ചെയ്തിരിക്കണം? കൂടിയിരിക്കണം അല്ലെ? കൂടുതലുള്ള EBIT ഉള്ള ഓപ്ഷൻ അല്ലേ നമ്മൾ എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക. സാർ ഇവിടെ ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് 2500 യൂണിറ്റ് സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ 1-ന്റെയും ഓപ്ഷൻ 2-ന്റെയും EBIT എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോ ഇതിലെ ഡിസിഷൻ എന്താണെന്ന് അറിയോ? ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ഇതിൽ നമ്മൾ എടുക്കേണ്ടത് ഡിസിഷൻ എന്താണെന്നറിയോ? ഡിസിഷൻ വെരി സിമ്പിൾ. 2500 യൂണിറ്റിനേക്കാൾ കൂടുതലാണ്, 2500 യൂണിറ്റിനേക്കാൾ കുറവാണ് നിങ്ങൾ സെയിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സെയിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഓപ്ഷൻ 1 ആണ് നല്ലത്. ഇനി 2500 യൂണിറ്റിനേക്കാൾ കൂടുതലാണ് നിങ്ങൾ സെയിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ 2 ആണ് നല്ലത്. ഇൻഡിഫറൻസ് പോയിന്റിനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ 1-ഉം മൈ മിസ്റ്റേക്ക്, ഇൻഡിഫറൻസ് പോയിന്റ് ആയിട്ടുള്ള 2500 യൂണിറ്റിനേക്കാൾ കുറവാണ് നിങ്ങൾ സെയിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഡിമാൻഡ്, കമ്പനിയുടെ ഡിമാൻഡ് എന്നുണ്ടെങ്കിൽ ഓപ്ഷൻ 1-ഉം 2500 യൂണിറ്റ് ഇൻഡിഫറൻസ് പോയിന്റിനേക്കാൾ കൂടുതലാണ് നിങ്ങൾ സെയിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ 2. ഓപ്ഷൻ 1 എന്തായിരുന്നു? വേരിയബിൾ കോസ്റ്റ് കൂട്ടിയിട്ട് ഫിക്സഡ് കോസ്റ്റ് എന്ത് ചെയ്യാൻ? കുറയ്ക്കാൻ. ഓപ്ഷൻ 2 എന്തായിരുന്നു? വേരിയബിൾ കോസ്റ്റ് കുറച്ചിട്ട് ഫിക്സഡ് കോസ്റ്റ് എന്ത് ചെയ്യുക? കൂട്ടാം. അപ്പൊ ഫിക്സഡ് കോസ്റ്റ് എപ്പോഴാണ് കൂട്ടേണ്ടത് അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് എപ്പോഴാണ് കൊണ്ടുവരേണ്ടത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ 2500 യൂണിറ്റിനേക്കാൾ കൂടുതൽ സെയിൽ ചെയ്യുമ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഫിക്സഡ് കോസ്റ്റ് കൊണ്ടുവരേണ്ടത്. 2500 യൂണിറ്റിനേക്കാൾ കൂടുതൽ സെയിൽ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? കമ്പനിയിലേക്ക് ഫിക്സഡ് കോസ്റ്റ് കൊണ്ടുവരാം. പെർഫെക്റ്റ് അല്ലേ? അതിന്റെ പ്രൂഫ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോ 2500 യൂണിറ്റ് ആണ് സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഓപ്ഷൻ 1-ഉം ഓപ്ഷൻ 2-ഉം സെലക്ട് ചെയ്താൽ EBIT സെയിം ആണെന്നല്ലേ പറയുന്നത്? 2500 യൂണിറ്റിനേക്കാൾ കുറവാണ് നിങ്ങൾ സെയിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 2000 യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ, 2000 യൂണിറ്റ് ആണ് നിങ്ങൾ സെയിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഏത് ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്? ഓപ്ഷൻ 1 ആണ് സെലക്ട് ചെയ്യേണ്ടത് എന്നല്ലേ പറയുന്നത്? അതിന്റെ പ്രൂഫ് ആണ്. 2500-നേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ 1 എന്നല്ലേ പറയുന്നത്? അപ്പൊ 2000 ആണെന്നുണ്ടെങ്കിലോ? 2500-നേക്കാൾ കുറവല്ലേ 2000 യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ 1-ഉം വെച്ചും ചെയ്ത് നോക്കാം, ഓപ്ഷൻ 2-ഉം വെച്ച് ചെയ്ത് നോക്കാം. സെയിൽസ് എത്ര ആയിരിക്കും? രണ്ടോടത്തും സെയിം തന്നെ ആയിരിക്കില്ലേ സെയിൽസ്? 300 ഇൻറ്റു 2000 എത്ര വരും? ഇവിടെ 6 ലക്ഷം. ഇവിടെ സെയിൽസ് 6 ലക്ഷം. വേരിയബിൾ കോസ്റ്റ് എത്ര? 100 അല്ലേ? അപ്പൊ 2 ലക്ഷം അല്ലേ? ഇവിടെ വേരിയബിൾ കോസ്റ്റ് 60 അല്ലേ? അപ്പൊ 60 ഇൻറ്റു 2000 എത്ര വരും? 1,20,000. ഓക്കെ, കോൺട്രിബ്യൂഷൻ എത്ര കിട്ടുന്നത് നോക്കട്ടോ. കോൺട്രിബ്യൂഷൻ ഇവിടെ 40,000 അല്ല, 4 ലക്ഷം. ഇവിടെ കോൺട്രിബ്യൂഷൻ എത്ര കിട്ടുന്നത്? 6 ലക്ഷം മൈനസ് 1,20,000, 4,80,000. ഇനി ഇവിടെ ഫിക്സ്ഡ് കോസ്റ്റ് ഇവിടെ 1 ലക്ഷം രൂപ കുറയ്ക്കണം. ഇവിടെ ഫിക്സ്ഡ് കോസ്റ്റ് ഇവിടെ എത്ര കുറയ്ക്കണം? 2 ലക്ഷം രൂപ കുറയ്ക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ EBIT ഇവിടെ എത്ര വരുന്നത്? സോ EBIT എത്ര വരുന്നത്? ഇവിടെ 3 ലക്ഷം വരുന്നുണ്ട്. ഇവിടെ EBIT എത്ര വരുന്നുണ്ട്? എത്ര വരുന്നത്?
2,80,000. മോറൽ ഓഫ് ദ സ്റ്റോറി ഈസ് ഓപ്ഷൻ 1 ആണോ നല്ലത്, ഓപ്ഷൻ 2 ആണോ നല്ലത്? 2000 യൂണിറ്റ് ആണ് നിങ്ങൾ സെയിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ മേലെ പഠിപ്പിച്ചത് എന്താ, EBIT എവിടെയാണോ കൂടുതൽ അത് സെലക്ട് ചെയ്യണമെന്നല്ലേ. ഇവിടെ EBIT ഡിഫറൻറ്റ് വന്നില്ലേ? EBIT എവിടെ കൂടുതൽ? ഓപ്ഷൻ 1-ലല്ലേ. ഞാൻ പഠിപ്പിച്ചത് എന്താ, 2500 യൂണിറ്റിനേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, 2500 യൂണിറ്റിനേക്കാൾ കുറവാണ് നിങ്ങൾ സെയിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ 1 സെലക്ട് ചെയ്യുന്നതാണ് നല്ലത് എന്നല്ലേ. 2500 യൂണിറ്റ് ആണ് നിങ്ങൾ സെയിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ 1 സെലക്ട് ചെയ്താലും ഓപ്ഷൻ 2 സെലക്ട് ചെയ്താലും സെയിം EBIT ആയിരിക്കും. ബട്ട് 2500-നേക്കാൾ കുറവാണ് നിങ്ങൾ സെയിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ 1 ആണ് നല്ലത്. ഓപ്ഷൻ 1 ആയിരിക്കും കൂടുതൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് തരുന്നുണ്ടാവുക. അപ്പൊ നോക്കിയേ, 2500 യൂണിറ്റിനേക്കാൾ കുറവ് 2000 യൂണിറ്റ് സെയിൽ ചെയ്യുമ്പോൾ ഓപ്ഷൻ 1-ലാണ് കൂടുതൽ EBIT വരുന്നത്. ഇനി മറ്റേതെന്താണ്, 2500-നേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെയിൽ ചെയ്യുന്നത് 2500 യൂണിറ്റിനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ 2 ആണ് നല്ലതെന്നല്ലേ. 2500 യൂണിറ്റിനേക്കാൾ കുറവാണ് സെയിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ 1-ഉം, 2500 യൂണിറ്റിനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ 2 അല്ലേ. ഒന്ന് നോക്കി നോക്കിയേ, നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ. ഒരു 3000 ചെയ്ത് നോക്കും. അപ്പൊ 3000 യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ മോർ ദാൻ ഓപ്ഷൻ 2 ആണെന്നല്ലേ അതിന്റെ അർത്ഥം. പ്രൂവ് ചെയ്ത് നോക്കാം. 3000 യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ 1 പ്രകാരമുള്ള EBIT-യും ഓപ്ഷൻ 2 പ്രകാരമുള്ള EBIT നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. ഓക്കെ, സെയിൽസ് എത്ര വരാ? 3000 × 300 9 ലക്ഷം അല്ലേ. രണ്ടു കൊടുത്ത് 300 അല്ലേ സെയിൽ പ്രൈസ്, 9 ലക്ഷം അല്ലേ സെയിൽ പ്രൈസ്. 300 എന്നല്ലേ എഴുതിയേക്കുന്നത് ഞാൻ. 300. അപ്പൊ ഓക്കെ നോക്കാം, വേരിയബിൾ കോസ്റ്റ് 100-ഉം ഇവിടെ സെയിൽസ് വേരിയബിൾ കോസ്റ്റ് ഇവിടെ എത്രയാ, ഇവിടെ എത്ര വരാം, 3 ലക്ഷം അല്ലേ. സംശയമൊന്നുമില്ലല്ലോ അല്ലേ. ഇവിടെ എത്ര വരാം, 60 അല്ലേ. അപ്പൊ 60 × 3000 1,80,000. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ. അപ്പൊ കോൺട്രിബ്യൂഷൻ എത്രയാ, 9 ലക്ഷം മൈനസ് 3 ലക്ഷം 6 ലക്ഷം. കോൺട്രിബ്യൂഷൻ എത്രയാ, 9 ലക്ഷം മൈനസ് 1,80,000 7,20,000. ഫിക്സ്ഡ് കോസ്റ്റ് ഇവിടെ 1 lakh ഉള്ളൂ. ബട്ട് ഇവിടെ ഫിക്സ്ഡ് കോസ്റ്റ് കൂടുതല. ഇവിടെ ഫിക്സ്ഡ് കോസ്റ്റ് എത്രയാ, 2 lakh ആണ്. ഇവിടെ എത്രയാ EBIT, ഇവിടെ എത്രയാണ് EBIT ഒന്ന് നോക്കിയേ, പെട്ടെന്ന് നോക്കിയേ. ഇവിടെ 5 ലക്ഷം, സൂപ്പർ. ഇവിടെ 5,20,000. ഞാൻ പറഞ്ഞില്ലേ, ഇൻഡിഫറൻസ് പോയിന്റിനേക്കാൾ കൂടുതലാണ് നിങ്ങൾ സെയിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിക്സഡ് കോസ്റ്റ് കമ്പനിയിലേക്ക് കൊണ്ടുവരുന്നതാണ്, അല്ലെങ്കിൽ ഓപ്ഷൻ 2 ആണ് നല്ലതെന്നല്ലേ. അല്ലേ. ഓക്കെ, 2500 യൂണിറ്റ് ഇൻഡിഫറൻസ് പോയിന്റിനേക്കാൾ കൂടുതലാണ് നിങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിക്സഡ് കോസ്റ്റ് കമ്പനിയിലേക്ക് കൊണ്ടുവന്നോളൂ. 2500 യൂണിറ്റിനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് കൊണ്ടുവരുമ്പോഴല്ലേ ഓപ്ഷൻ 2 അല്ലേ കൂടുതൽ പ്രോഫിറ്റ് ആയിരുന്നത്. പ്രൂഫ് ഒക്കെ മനസ്സിലായല്ലോ. 100% ഓക്കെ അല്ലേ, കോൺസെപ്റ്റ് ഒക്കെ പക്കയല്ലേ. ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ. ഇൻഡിഫറൻസ് പോയിന്റ് ഈസ് വെരി സിമ്പിൾ. ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ EBIT സെയിം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, EBIT കൂടുതലുള്ള ഓപ്ഷൻ 1 ആണോ ഓപ്ഷൻ 2 ആണോ കൂടുതൽ EBIT തരുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണമെന്നാണ്. അപ്പൊ ഇൻഡിഫറൻസ് പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, അത് ഇൻഡിഫറൻസ് പോയിന്റ് കണ്ടുപിടിക്കുക. അതായത് എത്ര യൂണിറ്റ് സെയിൽ ചെയ്യുമ്പോഴാണ് ഓപ്ഷൻ 1 സെലക്ട് ചെയ്താലും ഓപ്ഷൻ 2 സെലക്ട് ചെയ്താലും സെയിം EBIT കിട്ടുന്നത് അല്ലെ. സെയിം EBIT കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര യൂണിറ്റ് സെയിൽ ചെയ്യണം, അതാണ് ഇൻഡിഫറൻസ് പോയിന്റ്. അത് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ ഇൻഡിഫറൻസ് പോയിന്റിനേക്കാൾ കൂടുതലാണ് ആക്ച്വലി സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഓപ്ഷൻ 2 സെലക്ട് ചെയ്യുക. 2500 യൂണിറ്റ് ഇൻഡിഫറൻസ് പോയിന്റിനേക്കാൾ കുറവാണ് നിങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിലോ ഓപ്ഷൻ 1 ആണ് നല്ലത്. ഓക്കെ അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ളത്, ഫിനാൻസ് ഇൻഡിഫറൻസ് പോയിന്റിനെ പറ്റിയിട്ടും പഠിക്കാനുള്ളത്. ഫിനാൻസ് ഇൻഡിഫറൻസ് പോയിന്റ് ഓക്കെ അല്ലേ, സംശയമൊന്നുമില്ലല്ലോ. തുടങ്ങല്ലേ. അപ്പോ 10 ലക്ഷം രൂപയുടെ ഫണ്ടിന്റെ റിക്വയർമെന്റ് ഉണ്ട്. നിങ്ങൾക്ക് ഫണ്ടായിട്ട് പൈസയായിട്ട് 10 ലക്ഷം രൂപ വേണം. നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ക്യാപിറ്റലായിട്ട് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ക്യാപിറ്റൽ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്യാപിറ്റൽ എംപ്ലോയിഡ് ക്യാപിറ്റലായിട്ട് ബിസിനസ് ചെയ്യാനുള്ള ഫണ്ടായിട്ട് നിങ്ങൾക്ക് 10 ലക്ഷം രൂപ വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ 1 എന്താണെന്ന് അറിയോ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുക. ഓപ്ഷൻ 2 എന്താണ്, ഡെപ്റ്റിനെ കൊണ്ടുവരാം, ലിവേർഡ് ഫോം ആക്കാം, കുറച്ചൊക്കെ കടം വാങ്ങും. അതായത് ഒരു 50% ഇക്വിറ്റി ഷെയർ ആയിക്കോട്ടെ, ആൻഡ് ബാലൻസ് 50%ഓ പകുതി ഡെപ്റ്റ് കൊണ്ടുവരാം. ഡെപ്റ്റിന്റെ റേറ്റ് ഞാൻ പറയുന്നത് കേട്ടോ, 10% ഡെപ്റ്റ്. 10% ഡെപ്റ്റ് ശ്രദ്ധിക്കുക. ഓക്കെ, 10%
ഡെപ്റ്റ്. അത് 10% ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എത്ര രൂപയാണോ കടം വാങ്ങിയിട്ടുള്ളത് അതിന്റെ 10% ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. അതാണ് 10% ഡെപ്റ്റ്. നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നില്ലെങ്കിൽ കമ്പനിയിൽ ഇക്വിറ്റി ഷെയർ മാത്രം ഇഷ്യൂ ചെയ്യാം. അതായത് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100 രൂപയും ടാക്സ് റേറ്റ് ഞാൻ തന്നിട്ടുണ്ട് 30%. രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നില്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ കൊണ്ടുവരാം, 10 ലക്ഷം രൂപയ്ക്ക് എന്ത് ചെയ്യാം, ഷെയർസ് ഇഷ്യൂ ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര നമ്പർ ഓഫ് ഷെയർസ് വരും? നമ്പർ ഓഫ് ഷെയർസ് എത്ര വരും? 10 ലക്ഷം ഡിവൈഡഡ് ബൈ 100 എത്ര വരും? 10,000. ഓപ്ഷൻ 2 എന്ന് പറഞ്ഞാൽ എന്താ? കമ്പനിയിലേക്ക് കടം കൊണ്ടുവരാം, അല്ലെങ്കിൽ കുറച്ച് രൂപ കടം വാങ്ങാം. ഒരു 50% കടം വാങ്ങുന്നേ. ഇപ്പൊ ബാക്കി 50% എത്രയാ? 5 ലക്ഷം രൂപ അല്ലേ? 10 ലക്ഷം രൂപ ഫണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഓപ്ഷൻ 1 ഉണ്ട്, ഓപ്ഷൻ 2 ഉണ്ട്. ഓപ്ഷൻ 1 ഇക്വിറ്റി ഷെയർ മാത്രം ഇഷ്യൂ ചെയ്യുക, 10 ലക്ഷം രൂപയ്ക്ക് ഫുൾ ഷെയർ ഇഷ്യൂ ചെയ്യുക, 10,000 ഷെയർസ് വരും. ഇവിടെയോ 5 ലക്ഷം 50% എന്ന് പറയുമ്പോൾ 5 ലക്ഷം രൂപയ്ക്കല്ലേ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെറും 5,000 ഷെയർസ്, 5,000 ഷെയർസ് ഇഷ്യൂ ചെയ്താൽ മതി. ബാക്കി എന്ത് ചെയ്തോളൂ? കടം വാങ്ങിച്ചോളൂ. മനസ്സിലായില്ലേ? ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് ഓപ്ഷൻ 1 സെലക്ട് ചെയ്യണോ, ഓപ്ഷൻ 2 സെലക്ട് ചെയ്യണോ? ഏത് സെലക്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ EPS കൂടുന്നത്? അതല്ലേ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? ഓപ്ഷൻ 1 സെലക്ട് ചെയ്യുമ്പോഴാണോ, ഓപ്ഷൻ 2 സെലക്ട് ചെയ്യുമ്പോഴാണോ EPS എന്ത് ചെയ്യുന്നത്? കൂടുന്നത്. ആ ഓപ്ഷൻ ആണ് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് പറയാനുള്ള കാര്യം വളരെ സിമ്പിൾ ആണ്. ഇൻഡിഫറൻസ് പോയിന്റ്. അപ്പൊ ഇൻഡിഫറൻസ് പോയിന്റിനെ പറ്റിയിട്ട് എന്തായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക? അയ്യോ പോകുന്നില്ലല്ലോ സാധനം. ഓക്കെ, പോയി. അപ്പൊ ഇൻഡിഫറൻസ് പോയിന്റ് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? മറ്റോടത്ത് എന്തായിരുന്നു ഫിനാൻസ് മറ്റേ മാർജിനൽ കോസ്റ്റിംഗ് ഇൻഡിഫറൻസ് പോയിന്റ് എന്തായിരുന്നു പറഞ്ഞിരുന്നത്? EBIT സെയിം കിട്ടണം എന്നുണ്ടെങ്കിൽ എത്ര യൂണിറ്റ് സെയിൽ ചെയ്യണം എന്നല്ലേ? EBIT EBIT സെയിം കിട്ടണം എന്നുണ്ടെങ്കിൽ എത്ര യൂണിറ്റ് സെയിൽ ചെയ്യണം എന്ന്. മറ്റേ ഇൻഡിഫറൻസ് പോയിന്റിൽ ഫിക്സഡ് കോസ്റ്റ് വേണോ, ഫിക്സഡ് കോസ്റ്റ് കൊണ്ടുവരണോ എന്നുള്ള ചോദ്യത്തില് ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ്? EBIT ഏത് ഓപ്ഷനിലാണോ കൂടുതൽ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നതാണ്. അതിന്റെ പേരിൽ ഇൻഡിഫറൻസ് പോയിന്റ് EBIT സെയിം കിട്ടുന്നത് അല്ലെ? EBIT സെയിം കിട്ടുന്നത് എത്ര യൂണിറ്റ് സെയിൽ ചെയ്യുന്നതാണോ അതാണ് ഇൻഡിഫറൻസ് പോയിന്റ് അല്ലെ? അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഓപ്ഷൻ 1 സെലക്ട് ചെയ്താലും ഓപ്ഷൻ 2 സെലക്ട് ചെയ്താലും EPS സെയിം കിട്ടണം എന്നുണ്ടെങ്കിൽ ഹൗ മെനി യൂണിറ്റ്സ് സെയിൽ ചെയ്യണം എന്നല്ല, പകരം എത്രയാണ് EBIT ആയിട്ട് വരേണ്ടത് എന്നാണ്. EBIT എത്ര വേണമെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓപ്പറേറ്റിംഗ് ഇൻഡിഫറൻസ് പോയിന്റില് ആ ഡിസിഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഫിനാൻസ് ഇൻഡിഫറൻസ് പോയിന്റില് നിങ്ങൾ ഓപ്ഷൻ 1 സെലക്ട് ചെയ്താലും ഓപ്ഷൻ 2 സെലക്ട് ചെയ്താലും EBITക്ക് ചേഞ്ച് ഉണ്ടാവില്ല. ചേഞ്ച് ഉണ്ടാവുന്ന എപ്പോഴാണ്? EPS എന്ത് വരുന്നുണ്ടാവുക? ചേഞ്ച് വരുന്നുണ്ടാവും. അത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഓൾറെഡി പഠിച്ചവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ EBITയിൽ ചേഞ്ച് ഉണ്ടാവില്ല. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നമ്മൾ നോക്കുമ്പോൾ, അതായത് EBIT കഴിഞ്ഞതിന് ശേഷം നോക്കുമ്പോൾ EPSലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? ചേഞ്ചസ് വരുന്നുണ്ടാവുക. അപ്പോ ഓക്കെ, സ്റ്റാർട്ട് ചെയ്യില്ലേ? ഇവിടെ ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മള് നോക്കേണ്ടത് എന്താണ്? ഇവിടുത്തെ ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? രണ്ട് ഓപ്ഷൻ സെലക്ട് ചെയ്താലും EPS എന്ത് ചെയ്തിരിക്കണം? സെയിം ആയിരിക്കണം. അതായത് ഓപ്ഷൻ 1 സെലക്ട് ചെയ്താലും ഓപ്ഷൻ 2 സെലക്ട് ചെയ്താലും ഓപ്ഷൻ 2 സെലക്ട് ചെയ്താലും EPS സെയിം ആവണമെന്നുണ്ടെങ്കിൽ എത്ര EBIT ആണ് വരേണ്ടതെന്ന് മനസ്സിലാവുന്നുണ്ടോ? അപ്പോ എന്തായിരിക്കും ഫോർമുല ഇൻഡിഫറൻസ് പോയിന്റിന്റെ? ഒന്നുകൂടി പറഞ്ഞ കോൺസെപ്റ്റ് ഒന്നുകൂടി പറഞ്ഞ. ഓപ്ഷൻ 1 സെലക്ട് ചെയ്താലും ഓപ്ഷൻ 2 സെലക്ട് ചെയ്താലും EPS ഓപ്ഷൻ 1ന്റെ EPSഉം ഓപ്ഷൻ 2ന്റെ EPSഉം എന്ത് ചെയ്തിരിക്കണം? സെയിം ആയിരിക്കണം, ഈക്വൽ ആയിരിക്കണം അല്ലേ? സെയിം ആയിരിക്കണം അല്ലേ? അതാണ് ഫിനാൻസ് ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ. ശ്രദ്ധിക്കുക, ഓപ്ഷൻ 1 ആയാലും ഓപ്ഷൻ 2 ആയാലും സെയിം ആയിരിക്കണം. EPS സെയിം ആയിരിക്കണം എന്നുണ്ടെങ്കിൽ എത്ര EBIT വേണമെന്നല്ലേ? അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട EBIT അല്ലേ? ഇത് തന്നെയാണ് മക്കളെ ഫോർമുല. ഫിനാൻസ് ഇൻഡിഫറൻസ് പോയിന്റിന്റെ ഫോർമുല ഇത് തന്നെയാണ്. EPS ഈക്വൽ ടു EPS. EPS എങ്ങനെ കണ്ടുപിടിക്കുക? ഫോർമുല ചേഞ്ച് ചെയ്യുന്നു. EAS ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർ. EAS ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ്
ഷെയർ. EAS എങ്ങനെ കണ്ടുപിടിക്കുക? ഓർക്കുന്നുണ്ടോ? EAS എങ്ങനെ കണ്ടുപിടിക്കുക? ആദ്യം EBIT ഉണ്ടാവും അല്ലെ? ഇവിടെ എഴുതുന്നുണ്ട് EBITയിൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കുന്നു? ഇൻട്രസ്റ്റ് ലെസ് ചെയ്യുന്നു അല്ലേ? അപ്പൊ ലെസ് ഇൻട്രസ്റ്റ്, സംശയമൊന്നുമില്ലല്ലോ. പിന്നെ നമ്മൾ എന്ത് കുറയ്ക്കുന്നു? EBT കിട്ടുന്നു. EBT നമ്മൾ എന്ത് കുറയ്ക്കുന്നു? ടാക്സ് കുറയ്ക്കുന്നു. അപ്പൊ ഇൻറ്റു 1 മൈനസ് ടാക്സ്. മനസ്സിലാവുന്നുണ്ടോ? ആദ്യം EBIT മൈനസ് ഇൻട്രസ്റ്റ് ചെയ്യുക, എന്നിട്ട് 1 മൈനസ് ടാക്സ് ചെയ്യുക. അതായത് EBIT എന്ന് പറയുന്നത് 1 lakhും ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 20,000 ആണെന്ന് വിചാരിക്കുക. ചുമ്മാ ഒരു എക്സാമ്പിളില്. അങ്ങനെയാണെന്ന് ഇവിടെ 80,000 അല്ലേ വരാ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 80 ആയിട്ട് എത്ര വരും? ഈ 80 ആയിട്ട് എത്ര വരും? ടാക്സ് ഒരു 30% ആണെന്നുണ്ടെങ്കിൽ 80,000 ഇൻറ്റു 30% എത്രയാണ്? 24,000. അപ്പൊ ഈ 80 എത്ര വരും? ഈ 80 എത്ര വരും? 56,000 അല്ലേ? 56,000 അല്ലേ വരണ്ടേ? അതിപ്പോ ഇങ്ങനെ ചെയ്താലും മതിയില്ലേ? 1,00,000 മൈനസ് ഇൻട്രസ്റ്റ് 20,000 എത്ര വരുന്നുണ്ട്? 80,000 വരുന്നില്ലേ? ഇൻറ്റു 1 മൈനസ് ടാക്സ് എത്രയാണ്? 1 മൈനസ് 0.3 0.7 അല്ലേ? 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 80,000 ഇൻറ്റു 0.7 അല്ലേ? ഈക്വൽ ടു 80,000 ഈക്വൽ ടു എത്ര വരുന്നുണ്ട്? 56,000 തന്നെ കിട്ടുന്നില്ലേ? രണ്ടും ഒന്ന് തന്നെയല്ലേ? മനസ്സിലാവുന്നുണ്ടോ? സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ EBIT മൈനസ് ഇൻട്രസ്റ്റ് ഇൻറ്റു 1 മൈനസ് ടാക്സ് ചെയ്താലും EAT കറക്റ്റ് കിട്ടും. പക്ഷെ നമുക്ക് വേണ്ടത് EAS ആ. അത് കഴിഞ്ഞിട്ട് ഒരാളെ നമുക്ക് കുറച്ചാൽ മതി. ആരെ? പ്രിഫറൻസ് ഡിവിഡന്റിനെ കുറച്ചാൽ മതിയില്ലേ? പ്രിഫറൻസ് ഡിവിഡന്റ് ഫോർമുല മഗ്ഗപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് അറിയുന്നല്ലേ EBIT ആദ്യം ഇൻട്രസ്റ്റ് കുറയ്ക്കാം, എന്നിട്ട് ഇൻറ്റു 1 മൈനസ് ടാക്സ് ചെയ്യുക, മൈനസ് പ്രിഫറൻസ് ഡിവിഡന്റ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? EAS കിട്ടൂലേ? ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർ. കഴിഞ്ഞു. ഇവിടെയും സെയിം തന്നെ അല്ലേ? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? EBIT മൈനസ് ഇൻട്രസ്റ്റ് ബ്രാക്കറ്റിലുണ്ടോ? മറക്കരുത്. 1 മൈനസ് T ഫോർ ടാക്സ് മൈനസ് PD എന്ന് പറഞ്ഞാൽ പ്രിഫറൻസ് ഡിവിഡന്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർ. നമ്മളുടെ ഫോർമുല ഒന്ന് ഇട്ട് നോക്കിയാലോ? നമ്മുടെ ഓപ്ഷൻ ഇതായിരുന്നില്ലേ? ഇതാണ് ഫോർമുല. ഫിനാൻസ് ഇൻഡിഫറൻസ് പോയിന്റിന്റെ ഫോർമുല ഇതാണ്, വേറെ ഒന്നുമില്ല. നമുക്ക് എന്താ അറിയേണ്ടത്? EBIT എത്ര വേണമെന്നല്ലേ? EBIT ഇതിലുള്ളിലുള്ള EBIT എന്നല്ല അറിയേണ്ടത്. അപ്പൊ ഓപ്ഷൻ 1ന്റെയും ഓപ്ഷൻ 2ന്റെയും ഒന്ന് നോക്കിയാലോ? EBIT അറിയോ? ഇല്ല. EBIT മൈനസ് ഓപ്ഷൻ 1ല് ഇത് ഓപ്ഷൻ 1 അല്ലേ? ഓപ്ഷൻ 1 അല്ലേ? ഇത് ഓപ്ഷൻ 2 അല്ലേ? ഓപ്ഷൻ 1ൽ ഇൻട്രസ്റ്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ 0 ഇട്ട് കൊടുക്കാം. ഇൻറ്റു 1 മൈനസ് 0.3 ടാക്സ് 30% അല്ലേ? ഇപ്പൊ 0.3 മൈനസ് പ്രിഫറൻസ് ഡിവിഡന്റ് ഉണ്ടോ? ഇല്ല. പ്രിഫറൻസ് ഷെയറിനെ പറ്റി പറയുന്നില്ല, അപ്പൊ ഇല്ല. EBIT എത്രയാണെന്ന് അറിയോ? ഇല്ലല്ലോ, അതല്ലേ കണ്ടുപിടിക്കണ്ടേ. EBIT മൈനസ് ഇൻട്രസ്റ്റ് ഉണ്ടോ? ഉണ്ട്. എത്ര ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത്? 10 ലക്ഷം രൂപ ഫണ്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ 50% ഡിബഞ്ചർ അല്ലേ? അതായത് 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപയുടെ മേലെ 10% ഇൻട്രസ്റ്റ്, അഥവാ 50,000 രൂപ. ഇൻട്രസ്റ്റ് കിട്ടിയില്ലേ 50,000 രൂപ. 10% ഡിബഞ്ചറിനാണ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. 10% ഡെപ്റ്റ് എന്നാ, ലോങ് ടേം ഡെപ്റ്റ് എന്തോ ആവാം. ഓക്കെ, അപ്പോ 50,000 രൂപ ഇൻട്രസ്റ്റ്, 50,000 രൂപ ഇൻറ്റു 1 മൈനസ് 0.3 മൈനസ് 0 അല്ലേ? ഡിവൈഡഡ് ബൈ, ഇവിടെയും ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. ഇവിടെ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 10,000വും ഇവിടെ ഫുള്ള് ഷെയർസ്, അതായത് 10,000 കൂടുതലാ. ഇവിടെ ഫുള്ള് ഒന്നുമില്ല, ഫുള്ളില്ല, പകുതി മാത്രമേ ഉള്ളൂ. 5,000 ഷെയർസ് ആണ് അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 10,000വും ഇവിടെ 5,000. കമ്പ്യൂട്ടേഷന്റെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഈ 3 പൂജ്യങ്ങളെ അങ്ങോട്ട് കട്ട് ചെയ്യുന്നു. ഈ 3 പൂജ്യങ്ങളെ കട്ട് ചെയ്യുന്നു. ഇനി EBIT മൈനസ് 0 EBIT തന്നെ വരും. 1 മൈനസ് 0.3 0.7 വരും. മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? 0.7 EBIT വരും. മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെ മനസ്സിലായി? അയ്യോ, 1 മൈനസ് 0.3 0.7 ഇൻറ്റു 0 EBIT. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടത്. അതായത് 0.7 ഇൻറ്റു അല്ലെങ്കിൽ ഹോൾ ഡിവൈഡഡ് ബൈ EBIT മൈനസ് 0 എന്നാണ്. 0.7 ഇൻറ്റു 0 0. 0.7 ഇൻറ്റു EBIT 0.7 0.7 EBIT. ഇങ്ങനെയാണ് കമ്പ്യൂട്ടേഷൻ. 0ക്ക് വിലയില്ല, എടുക്കണ്ട. 10 ഈക്വൽ ടു ഇതെങ്ങനെ ചെയ്യും?
എങ്ങനെ കമ്പ്യൂട്ടേഷൻ 0.7 ഇൻറ്റു EBIT മൈനസ് 50,000 അല്ലേ? 0.7 ഇൻറ്റു 50,000 എത്ര വരും? 0.7 ഇൻറ്റു 50,000 എത്ര വരും? 35,000 അല്ലേ? മൈനസ് ഈ 0.7 EBIT. സംശയമൊന്നുമില്ലല്ലോ. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? 1 മൈനസ് ടാക്സ് ചെയ്യുക, അതിനുശേഷം കിട്ടുന്ന എമൗണ്ട്. ഇപ്പൊ 0.7 കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യണം, EBIT മൾട്ടിപ്ലൈ ചെയ്യണം. ഐ റിപ്പീറ്റ്, 1 മൈനസ് ടാക്സ് ചെയ്യുമ്പോൾ 0.7 ആണ് കിട്ടുന്നത്, അല്ലെങ്കിൽ 1 മൈനസ് ടാക്സ് ചെയ്ത് കിട്ടുന്ന ഫിഗർ കൊണ്ട് ഇൻട്രസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യണം, EBIT മൾട്ടിപ്ലൈ ചെയ്യണം. മനസ്സിലായില്ലേ? ഞാൻ ചെയ്ത് മനസ്സിലായില്ലേ? ഇങ്ങനെ വേണം കമ്പ്യൂട്ടേഷൻ ചെയ്യാൻ. തെറ്റിക്കരുത് കേട്ടോ. ഡിവൈഡഡ് ബൈ 5 എല്ലാം പറഞ്ഞു തരുന്നിട്ട് അന്തസ്സായിട്ട് തെറ്റിച്ചിട്ട് വരും. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ അല്ലെ? 10 ഇൻറ്റു 0.77 EBIT 7 EBIT മൈനസ് 3,50,000 അല്ലേ? ഈ 10 അങ്ങോട്ട് പോകുമ്പോൾ 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അല്ലേ, ഈക്വൽ ടു 5 അങ്ങോട്ട് പോകുമ്പോൾ 0.7 ഇൻറ്റു 5 എത്ര വരും? 3.5 EBIT. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ചെയ്യുക, 3.5 EBIT തന്നെ വരും അല്ലേ? EBIT ഈക്വൽ ടു 3,50,000. EBIT ഈക്വൽ ടു 3,50,000 ഡിവൈഡഡ് ബൈ 3.5 1 lakh. EBIT കിട്ടി 1 lakh. സോ നമ്മളെ ആൻസർ ഫിനാൻസ് ഇൻഡിഫറൻസ് പോയിന്റ് ഉദ്ദേശിക്കുന്നത് EPS സെയിം കിട്ടും. ഓപ്ഷൻ 1 ചൂസ് ചെയ്താലും ഓപ്ഷൻ 2 ചൂസ് ചെയ്താലും EPS സെയിം കിട്ടണം എന്നുണ്ടെങ്കിൽ എത്ര EBIT വരണം എന്നാണ്. 1,00,000 രൂപയാണ് EBIT എന്നുണ്ടെങ്കിൽ അല്ലെ, നിങ്ങൾക്ക് കിട്ടി ഇൻഡിഫറൻസ് പോയിന്റ്, ഫിനാൻസ് ഇൻഡിഫറൻസ് പോയിന്റ് കിട്ടി. നിങ്ങളുടെ EBIT 1 lakh ആണ് എന്നുണ്ടെങ്കിൽ ഓപ്ഷൻ 1 സെലക്ട് ചെയ്താലും ഓപ്ഷൻ 2 സെലക്ട് ചെയ്താലും EPS എന്തായിരിക്കും? സെയിം ആവണം അല്ലേ? നമുക്കൊന്ന് നോക്കി നോക്കാം. ഇവിടെ EBIT ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. ക്യാപിറ്റൽ സ്ട്രക്ചർ നോക്കുമ്പോൾ EPS ആണ് ഡിഫറൻസ് ഉണ്ടാവുക. EBIT ഡിഫറൻസ് വരണമെന്നുണ്ടെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ്, സെയിൽ പ്രൈസ്, വേരിയബിൾ കോസ്റ്റ് ഇതിൽ ചേഞ്ച് വരണം. ഫിക്സ്ഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, സെയിൽ പ്രൈസിൽ ചേഞ്ച് വരണം. യൂണിറ്റ്സിലൊക്കെ ചേഞ്ച് വരുമ്പോഴാണ് ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് EBITയിൽ ചേഞ്ച് വരുള്ളൂ. ക്യാപിറ്റൽ സ്ട്രക്ചർ എത്ര മാറ്റിയാലും നമ്മളുടെ EBITയിൽ ചേഞ്ച് വരില്ല. ജസ്റ്റ് കോമൺ സെൻസ് ആണ്. എവിടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ മാറ്റം വന്നാൽ ചേഞ്ച് വരുന്നത് EPSലാണ്. ഓക്കെ അല്ലേ? അതാണ് ഇവിടെ നോക്കുന്നത്. EBIT 1 lakh ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന EBIT ഓവറോൾ പ്രോഫിറ്റ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 1 lakh ആണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ 1 സെലക്ട് ചെയ്താലും ഓപ്ഷൻ 2 സെലക്ട് ചെയ്താലും ആൻസർ EPS വിൽ ബി സെയിം ആയിരിക്കും. ഇൻട്രസ്റ്റ് എത്രയാ വേഗം പറഞ്ഞേ? ഇവിടെ ഇല്ലല്ലോ, 0 എന്ന് കൊടുക്കരുത്, നില്ലെന്ന് കൊടുക്കുക, സ്റ്റാൻഡേർഡ് ആയിക്കോട്ടെ എന്ന്. പിന്നെ EBIT എത്ര വരും? 1 lakh വരും. ഇതൊക്കെ റെക്കോർഡ് ആവുന്നുണ്ടോ? ഇൻട്രസ്റ്റ് ഞാൻ ഇതുപോലെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നോക്കിയപ്പോ റെക്കോർഡായില്ല, ഡിലീറ്റ് ആയി പോയി. 1 മണിക്കൂർ കഷ്ടപ്പെട്ട് റെക്കോർഡ് ചെയ്തു. കഷ്ടപ്പാടാണ്. ഇവിടെ ഇൻട്രസ്റ്റ് എത്രയാ? 50,000 രൂപയല്ല. അത് ഓൾറെഡി നമുക്ക് അറിയാവുന്ന കേസല്ല, 50,000 രൂപയാണെന്ന്. പിന്നെ എന്താ പ്രശ്നം? ഇവിടെ EBIT എത്ര ഇവിടെ വരാം? EBIT 50,000. ടാക്സ് 30% എന്ന് പറയുമ്പോ 30,000 വരും. ഇല്ലാണ്ട് ഇവിടെയും ടാക്സ് 30% എന്ന് പറയുമ്പോ 50,000-ന് 30% എത്രയാണ്? 15,000 വരും. EAT ഇവിടെ 35,000, ഇവിടെ 70,000. EPS ഒന്ന് കണ്ടുപിടിച്ചേ. ഇവിടെ നമ്പർ ഓഫ് ഷെയർ എത്രയാ? ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർ അല്ലേ? ഇവിടെ എത്ര നമ്പർ ഓഫ് ഷെയർ? 10,000. അപ്പുറത്തോ ഓപ്ഷൻ 2-ല് 5 ലക്ഷം അല്ലേ ഷെയർ ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. ഇപ്പൊ നമ്പർ ഓഫ് ഷെയർ എത്രയാണ്? 5,000. ഇവിടെ 10,000, അവിടെ 5,000. 100 മാർക്കറ്റ് പ്രൈസ്. മനസ്സിലായില്ലേ? നമ്പർ ഓഫ് ഷെയർ കിട്ടിയത് എങ്ങനെയാണെന്ന് ചോദിച്ചോണ്ടല്ലോ. EPS ഒന്ന് കണ്ടുപിടിച്ചേ. EPS എത്രയാ? 70,000 ഡിവൈഡഡ് ബൈ 10,000 7 വരും. കറക്റ്റ് ആണ്. ഇതിന് ചെയ്ത് നോക്കുന്നതിന് 35,000 ഡിവൈഡഡ് ബൈ 5,000 7 വന്നു. സിമ്പിൾ.
സിമ്പിൾ സിമ്പിൾ അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ കണ്ടുപിടിച്ചത് എന്താ? നോക്ക, ശ്രദ്ധിക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഓപ്ഷൻ 1 ആൻഡ് ഓപ്ഷൻ 2. ഓപ്ഷൻ 1 ഇക്വിറ്റി മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ 2 കടം കൊണ്ടുവരണോ അല്ലെങ്കിൽ കടം വാങ്ങിക്കണോ? കമ്പനി എപ്പോഴാണ് കടം വാങ്ങിക്കേണ്ടത്? ഡെപ്റ്റ് റേസ് ചെയ്യേണ്ടത് കമ്പനി എപ്പോഴാണോ ഏത് ഓപ്ഷൻ ഓപ്റ്റ് ചെയ്യുമ്പോഴാണോ EPS കൂടുന്നത്, ആ ഓപ്ഷൻ ഓപ്റ്റ് ചെയ്യുക. അപ്പോ അതുമായി ബന്ധപ്പെട്ട ഫിനാൻസ് ഇൻഡിഫറൻസ് പോയിന്റ് എന്താ പറയുന്നത്? ഫിനാൻസ് ഇൻഡിഫറൻസ് പോയിന്റ് പറയുന്നത്, നിങ്ങൾ EBIT നോക്കുക. നിങ്ങളുടെ EBIT 1 lakh ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓപ്ഷൻ 1 സെലക്ട് ചെയ്താലും ഓപ്ഷൻ 2 സെലക്ട് ചെയ്താലും EPS സെയിം. EPS അല്ലേ ഇവിടെ ഡിസിഷൻ എടുക്കേണ്ടത്? EPS കൂടാനല്ലേ നിങ്ങൾ പഠിക്കുന്നത്? EPS ഏത് ഓപ്ഷൻ 1 സെലക്ട് ചെയ്യുമ്പോഴാണോ ഓപ്ഷൻ 2 സെലക്ട് ചെയ്യുമ്പോഴാണോ EPS എന്ത് ചെയ്യുന്നത്? കൂടുന്നത്. റിപ്പീറ്റ്, ഓപ്ഷൻ 1 സെലക്ട് ചെയ്യുമ്പോഴാണോ ഓപ്ഷൻ 2 സെലക്ട് ചെയ്യുമ്പോഴാണോ EPS എന്ത് ചെയ്യുന്നത്? കൂടുതൽ വരുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യും അല്ലേ? അതിനുമായി ബന്ധപ്പെട്ടിട്ട് ഫിനാൻസ് ഇൻഡിഫറൻസ് പോയിന്റ് കണ്ടുപിടിക്കും. ഫിനാൻസ് ഇൻഡിഫറൻസ് പോയിന്റ് പറയുന്നത്, ഓപ്ഷൻ 1 സെലക്ട് ചെയ്താലും ഓപ്ഷൻ 2 സെലക്ട് ചെയ്താലും EPS സെയിം കിട്ടണമെന്നുണ്ടെങ്കിൽ എത്രയാണ് EBIT ആയിട്ട് വരുന്നത് അല്ലേ? അതായത് 1 lakh EBIT എന്നുണ്ടെങ്കിൽ, EBIT 1 lakh ആണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ 1 സെലക്ട് ചെയ്താലും ഓപ്ഷൻ 2 സെലക്ട് ചെയ്താലും EPS എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ? ഇവിടെ നോക്കിയേ, അതുമായി ബന്ധപ്പെട്ടിട്ട് ഓപ്ഷൻ 1 ഓപ്ഷൻ 2 EPS എന്ത് ചെയ്തിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അതിനുവേണ്ടി എത്ര EBIT വേണമെന്നാണ്. അപ്പൊ നമ്മൾ ഫോർമുല ഇട്ടു. ഫോർമുല ഇതാണ് കേട്ടോ, ഓർക്കുന്നുണ്ടോ? ഫിനാൻസ് ഇൻഡിഫറൻസ് പോയിന്റിന്റെ ഫോർമുല ഓർക്കുന്നുണ്ടോ? മക്കപ്പ് ചെയ്യണോ? ഇത് കോൺസെപ്റ്റ് അല്ലേ? ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്ത് യെസ്, 1 lakh കിട്ടി ആൻസർ. അതായത് EBIT 1 lakh എന്നതിന്റെ അർത്ഥം എന്താ? ഇൻഡിഫറൻസ് പോയിന്റ്, ഫിനാൻസ് ഇൻഡിഫറൻസ് പോയിന്റ് 1 lakh ആണെന്നതിന്റെ അർത്ഥം എന്താ? ഓപ്ഷൻ 1 സെലക്ട് ചെയ്താൽ ഓപ്ഷൻ 2 സെലക്ട് ചെയ്താൽ നിങ്ങൾ കമ്പനിയിലേക്ക് കടം കൊണ്ടുവന്നില്ലെങ്കിലും ഡെപ്റ്റ് കൊണ്ടുവന്നില്ലെങ്കിലും 1 lakh ആണ് EBIT എന്നുണ്ടെങ്കിൽ ഓപ്ഷൻ 1 സെലക്ട് ചെയ്താലും ഓപ്ഷൻ 2 സെലക്ട് ചെയ്താലും EPS എന്തായിരിക്കും? സെയിം ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ഡിസിഷൻ ആയിരിക്കും നമ്മൾ എടുക്കുന്നുണ്ടാവുക? ഡിസിഷൻ, അതായത് ഡിസിഷൻ എടുക്കേണ്ടത് എന്ന് വെച്ചാല് മോർ ദാൻ അല്ല ലെസ് ദാൻ 1 lakh ആണ് EBIT എന്നുണ്ടെങ്കിൽ, അതായത് ഫിനാൻസ് ഇൻഡിഫറൻസിനേക്കാൾ താഴെയാണ് നിങ്ങളുടെ EBIT എന്നുണ്ടെങ്കിൽ, ഫിനാൻസ് ഇൻഡിഫറൻസിനേക്കാൾ താഴെയാണ് EBIT എന്നുണ്ടെങ്കിൽ ഓപ്ഷൻ 1 ആണ് സെലക്ട് ചെയ്യേണ്ടത്. അതായത് ഇക്വിറ്റി മാത്രം മതി, ഇക്വിറ്റി ഓൺലി. ഇനി മോർ ദാൻ 1 lakh ആണ് ഫിനാൻസ് ഇൻഡിഫറൻസ് പോയിന്റിനേക്കാൾ കൂടുതലാണ് നിങ്ങളുടെ ആക്ച്വൽ EBIT എന്നുണ്ടെങ്കിൽ, ഫിനാൻസ് ഇൻഡിഫറൻസ് പോയിന്റിനേക്കാൾ കൂടുതലാണ് നിങ്ങളുടെ ആക്ച്വൽ EBIT എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ഓപ്റ്റ് ചെയ്തോളൂ? ഓപ്ഷൻ 2 ഓപ്റ്റ് ചെയ്തോളൂ. നിങ്ങൾ കമ്പനിയിലേക്ക് ഡെപ്റ്റ് കൊണ്ടുവരൂ വരവായി അല്ലെ? കമ്പനിയിലേക്ക് ഡെപ്റ്റ് കൊണ്ടുവരൂ. മനസ്സിലാവുന്നുണ്ടോ? കമ്പനിയിലേക്ക് കടം വാങ്ങിച്ചോളൂ, ഡെപ്റ്റ് റേസ് ചെയ്തോളൂ. വാങ്ങാൻ ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ കടം കിട്ടും. ഒരു ബാങ്ക് നമുക്ക് ലോൺ തരാമെന്ന് ഏറ്റിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ EBIT 1 lakhനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഓപ്ഷൻ 2 സെലക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ കടം വാങ്ങിയാൽ മതി. ഒരു ബാങ്ക് നമുക്ക് ലോൺ തരാൻ റെഡിയാണ്, 5 ലക്ഷം രൂപ ലോൺ തരാൻ റെഡിയാണ്. എല്ലാവർക്കും ലോൺ കിട്ടാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ കമ്പനിയിലേക്ക് ഇങ്ങോട്ട് വന്ന് ചോദിക്കാണ് കടം വേണോന്ന്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ബാങ്കിന്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയാ, അല്ല ബാങ്കിന്റെ മെയിൻ സംഭവം തന്നെ പറയുന്നതാണ് കടം കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് അവർ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് അല്ലെ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മളോട് ഒരു ബാങ്ക് ഇങ്ങോട്ട് വന്ന് പറയാണ് ഞങ്ങൾ കടം തരാം, 5 ലക്ഷം രൂപ കടം തരാം എന്ന് പറയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യെസ്, ഒരു പ്രശ്നമില്ല, കടം തരാന്ന് പറഞ്ഞില്ലേ, ഡെപ്റ്റ് കിട്ടിയില്ലേ, അങ്ങോട്ട് പോയിട്ട് എന്ത് ചെയ്യല്ല, ഡെപ്റ്റ് റേസ് ചെയ്യല വേണ്ടത്, അല്ലെങ്കിൽ കടം വാങ്ങിക്കല്ല വേണ്ടത്. എന്ത് നോക്കണം? ക്യാപിറ്റൽ സ്ട്രക്ചർ നോക്കണം, ഇൻഡിഫറൻസ് പോയിന്റ് നോക്കണം, നിങ്ങളുടെ ആക്ച്വൽ EBIT, നിങ്ങൾ ഉണ്ടാക്കുന്ന EBIT ഓവറോൾ പ്രോഫിറ്റ് നിങ്ങൾ നോക്കുക. അത് ഫിനാൻസ് ഇൻഡിഫറൻസ് പോയിന്റ് ആയിട്ടുള്ള 1 lakhനേക്കാൾ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കടം വാങ്ങിക്കോളൂ, ബാങ്കിൽ നിന്ന് കടം വാങ്ങിക്കോളൂ. ബാങ്ക് കടം തരാൻ റെഡിയാണ്, പക്ഷേ നിങ്ങളുടെ ഓവറോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഓവറോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ EBIT അല്ലേ? അപ്പൊ ശരിയാണ്. EBIT 1 lakhനേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ കമ്പനിയിലേക്ക് കടം വാങ്ങിക്കല്ലേ. EBIT 1 lakhനേക്കാൾ, ഫിനാൻസ് ഇൻഡിഫറൻസ് പോയിന്റ് 1 lakh ആണല്ലോ. ഫിനാൻസ് ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെപ്റ്റ് ഇഷ്യൂ കൊണ്ടുവന്നാലും കൊണ്ടുവന്നില്ലെങ്കിലും ഓപ്ഷൻ 1 ചെയ്താലും ഓപ്ഷൻ 2 ചെയ്താലും EPS സെയിം ആയിരിക്കും അല്ലേ? മനസ്സിലായില്ലേ? 1 lakh ആണ് EBIT എന്നുണ്ടെങ്കിൽ ഓപ്ഷൻ 1 സെലക്ട് ചെയ്താലും ഓപ്ഷൻ 2 സെലക്ട് ചെയ്താലും EPS ഒന്നായിരിക്കും എന്നല്ലേ? ഇനി നിങ്ങളുടെ ഓവറോൾ പ്രോഫിറ്റ്, ആക്ച്വൽ ഉണ്ടാക്കുന്ന ഓവറോൾ പ്രോഫിറ്റ്
അല്ലെങ്കിൽ EBIT 1 lakhനേക്കാൾ താഴെയാണെന്നുണ്ടെങ്കിൽ കമ്പനിയിലേക്ക് നിങ്ങൾ കടം വാങ്ങിക്കല്ലേ, കടം കൊണ്ടുവരല്ലേ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇക്വിറ്റി മാത്രം മതി എന്നാണ്. അതിന്റെ പ്രൂഫാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ഓപ്ഷൻ 1 സെലക്ട് ചെയ്യുന്നത്. അപ്പൊ കടം കൊണ്ടുവരേണ്ടത് എപ്പോഴാണ്, അല്ലെങ്കിൽ കമ്പനി കടം വാങ്ങിക്കേണ്ടത് എപ്പോഴാണ്? ആക്ച്വൽ ഉണ്ടാക്കുന്ന EBIT ഫിനാൻസ് ഇൻഡിഫറൻസ് പോയിന്റ് ആയിട്ടുള്ള 1 lakhനേക്കാൾ കൂടുതലാവുമ്പോൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കമ്പനിയിലേക്ക് കടം കൊണ്ടുവരാൻ പാടുള്ളൂ, ഫിനാൻസ് ലിവേർഡ് ആക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കമ്പനിയിലേക്ക് കടം കൊണ്ടുവരാൻ പാടുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതിന്റെ ഇത് പറയാം. 90,000 ആണ് ആക്ച്വലി ഉണ്ടാക്കിയിട്ടുള്ള EBIT എന്ന് വിചാരിക്കാം. ഓപ്ഷൻ 1 ഉണ്ട്, ഓപ്ഷൻ 2 ഉണ്ട്. ഓപ്ഷൻ 1 ഉണ്ട്, ഓപ്ഷൻ 2 ഉണ്ട്. ഇപ്പൊ ഇവിടെ 1 lakhനേക്കാൾ താഴെയല്ലേ, ഓപ്ഷൻ 1 അല്ലേ സെലക്ട് ചെയ്യണമെന്നല്ലേ പഠിപ്പിച്ചിട്ടുള്ളത്? കടം വാങ്ങരുതെന്നല്ലേ, കടം വാങ്ങിക്കരുതെന്നല്ലേ? നമുക്ക് നോക്കാം. EBIT ഓപ്ഷൻ 1 സെലക്ട് ചെയ്യണമെന്നാണ്. 1 lakhനേക്കാൾ താഴെയാണ് EBIT എന്നുണ്ടെങ്കിൽ കടം വാങ്ങിക്കരുത്, ഓപ്ഷൻ 1 സെലക്ട് ചെയ്യണമെന്നാണ്. നമുക്ക് നോക്കാം. 90,000 ഇവിടെയും EBIT 90,000. എന്റെ പൊന്നെ, ഇൻട്രസ്റ്റ് ഇല്ലല്ലോ, നില്ല്. ഇവിടെ ഇൻട്രസ്റ്റ് ഉണ്ടോ? 50,000. പറഞ്ഞു മടുത്തു ഞാൻ. ഇവിടെ EBIT 90,000 വരും. ഇവിടെ EBIT 40,000 വരും. ടാക്സ് റേറ്റ് 30%. ഇവിടെയും 30%. ബാക്കി നിങ്ങൾ ശരിക്കും മടിയായിരുന്നേ. എടേ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഫുള്ള് കാണണമെന്ന് ഞാൻ നിർബന്ധം. എനിക്ക് വ്യൂസ് കൂടിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഐ മീൻ കണ്ടിരുന്നോ? ജസ്റ്റ് 1.5 ഇട്ട് കാണും. സമയം കളയല്ല, എക്സാം ഒക്കെ എടുത്തില്ലേ. ഇൻറ്റു 30%. എത്ര വരും ഇവിടെ? 27,000. EBIT എത്ര വന്നു? പ്രിഫറൻസ് ഇവിടെ ഒന്നും ഇല്ലല്ലോ, ഇല്ല. ഇവിടെ 63,000. ഇവിടെ ടാക്സ് എത്രയാണ്? 40,000ന്റെ 30%. എത്ര? 12,000. കുറയ്ക്കുമ്പോ EBIT എത്ര വരുന്നുണ്ട്? 28,000. ശ്രദ്ധിക്കാട്ടോ. ഇവിടെ നമ്പർ ഓഫ് ഷെയർ എത്രയാണ്? 10,000. ഇവിടെ നമ്പർ ഓഫ് ഷെയർ എത്രയാണ്? 5,000. രണ്ടോടത്ത് EPS ഒന്ന് കണ്ടേ. സിമ്പിൾ. EPS 6.3. ഇവിടെയോ 28,000 ഡിവൈഡ് ബൈ 5,000 5.6. EPS എവിടെ കൂടുതല? EPS കൂടിയാലല്ലേ മാർക്കറ്റ് പ്രൈസ് കൂടുള്ളൂ. ഓക്കെ, 6.3 എവിടെ കൂടുതൽ? ഓപ്ഷൻ 1 പ്രൂവ് ചെയ്ത് കഴിഞ്ഞില്ലേ? ഫിനാൻസ് ഇൻഡിഫറൻസ് പോയിന്റ് ആയിട്ടുള്ള 1 lakhനേക്കാൾ താഴെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്ന ആക്ച്വൽ EBIT എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ 1 കടം കൊണ്ടുവരാതിരിക്കുക. ഇനി പ്രൂഫ് മനസ്സിലായില്ലേ? ഓപ്ഷൻ 2 ഓപ്ഷൻ 1 EPS കൂടുതൽ. ഇനി 1,10,000 ആയാലോ? അതായത് ഫിനാൻസ് ഇൻഡിഫറൻസിനെ പോയിന്റിനേക്കാൾ മേലെയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ 2 സെലക്ട് ചെയ്യണമെന്നല്ലേ? ഓപ്ഷൻ 1 ഉണ്ട്, ഓപ്ഷൻ 2 ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? രണ്ടോടത്ത് EBIT എഴുതുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ചെയ്യും. ആരാണ് ഫാസ്റ്റില് കഴിയാതെ നോക്കാം. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ മതിയില്ലേ? ഞാനിവിടെ എഴുതി തരണ്ടേ? കാരണം മനസ്സിലാവാത്തവരും ഉണ്ടാവും. ഇവിടെ ഇൻട്രസ്റ്റ് എത്രയാണ്? 50,000 അല്ലേ? $60,000 അല്ലേ വരാൻ? ഒന്നുകൂടി നോക്കാം. ഇതിലൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പൊങ്കാല ഇടുമെന്ന് എനിക്കറിയാം. ടാക്സ് റേറ്റ് 30%. 33,000 അല്ലേ വരാ? ഇവിടെ 77,000. യെസ്. EAT പ്രിഫറൻസ് ഡിവിഡന്റ് ഇല്ലാന്നുണ്ടെങ്കിൽ EAT തന്നെയാണ് EAS. ടാക്സ് 30%. 60,000 ഇൻറ്റു 30%. എത്ര വന്നു? 18,000 വന്നു. എത്രയാണ് ഇവിടെ EAT കിട്ടുന്നത്? EAT 42,000. ഇവിടം വരെ EAT വരെയും ചെയ്തിട്ടേ ടോട്ടൽ പ്രോഫിറ്റില്ലേ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന ടോട്ടൽ പ്രോഫിറ്റ് ഓപ്ഷൻ 2 കുറവും ഓപ്ഷൻ 1 കൂടുതൽ. പക്ഷെ നമ്മൾ എന്താ നോക്കേണ്ടത്? EPS ആണ് നോക്കേണ്ടത്. EPS ആണ് കൂടേണ്ടത്. ഇവിടെ 7.7 ഇവിടെ EPSO 42,000 ഡിവൈഡ് ബൈ 5 8.4. മനസ്സിലായില്ലേ? ഇവിടെ ഷെയർ കൂടില്ല, ഇവിടെ ഷെയർ കുറവാ. EPS എവിടെ കൂടുതൽ? ഓപ്ഷൻ 2 അതായത് ഫിനാൻസ് ഇൻഡിഫറൻസ് പോയിന്റ് ആയിട്ടുള്ള 1 lakhനേക്കാൾ കൂടുതൽ സെയിൽ ചെയ്യുമ്പോൾ, EBIT വരുമ്പോൾ 1 lakhനേക്കാൾ കൂടുതൽ ആക്ച്വലി EBIT ആണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ 2 കടം കൊണ്ടുവന്നോളൂ. അപ്പൊ നിങ്ങളുടെ EPS കൂടും. EPS കൂടുന്നില്ലേ? പെർഫെക്റ്റ് അല്ലേ? താങ്ക് യു.